ഷെക്കന ബിഗ് ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. മാറിവരുന്ന ലോക സാഹചര്യങ്ങൾ, രാജ്യങ്ങൾ അവരവരുടെ ദേശീയത വീണ്ടെടുക്കുന്ന സമയത്തിലേക്ക് പുതിയ ലോകക്രമങ്ങൾ എത്തിച്ചേരുകയാണ്. തീവ്രവാദവും അനധികൃത കുടിയേറ്റവും കലാപങ്ങളും കൊണ്ട് പൊറുതിമുട്ടി പാശ്ചാത്യ രാജ്യങ്ങൾ. സ്വന്തം രാജ്യത്തെ ലിബറലിസ്റ്റ് പാർട്ടികളുടേത് രാജ്യസ്നേഹമാണോ രാജ്യദ്രോഹമാണോ എന്ന് രാജ്യത്തെ പൗരന്മാർ വിധി പറയുന്ന സമയം വിദൂരമല്ല. ഇപ്പോൾ US, UK, ഫ്രാൻസ് മുതലായ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മതപരമായ സംഘർഷങ്ങൾ, തീവ്രവാദവും അഭയാർത്ഥികളുടെ അഴിഞ്ഞാടലും ഉപദ്രവങ്ങളും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുമെല്ലാം തീവ്ര ദേശീയതയിലേക്കും അത് തീവ്ര വലതുപക്ഷ ധ്രുവീകരണത്തിലേക്ക് വഴിതെളിക്കുമോ? അതിനുള്ള സാധ്യത എത്രത്തോളം? അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ പരിണത ഫലങ്ങൾ എന്തായിരിക്കും? അതോടൊപ്പം ബ്രിട്ടനിൽ കലാപത്തീയിട്ടത് ആര്? അഭയാർത്ഥികൾ ബ്രിട്ടന്റെ സമാധാനം കെടുത്തുന്നുവോ? തീവ്ര വലതുപക്ഷം യൂറോപ്പിനെ വിഴുങ്ങുമോ? കലാപം മലയാളികൾക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ, ഇവയാണ് ഇന്നത്തെ ബിഗ് ഡിബേറ്റിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ഞാൻ ജോൺ ജോസ്. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് അന്താരാഷ്ട്ര നിരീക്ഷകൻ ഡോക്ടർ അഭിലാഷ് ജി രമേശ്, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി എന്നിവരാണ്. അതിഥികളെ ഷെക്കന ന്യൂസ് ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഡോക്ടർ അഭിലാഷ് ജി രമേശിലേക്ക്. ഡോക്ടർ അഭിലാഷ്, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ നിന്നും ഇപ്പോൾ അഭയാർത്ഥികളുടെ വിഹര കേന്ദ്രമായി ഇപ്പോൾ ബ്രിട്ടൻ മാറിയിരിക്കുകയാണ് എന്നുള്ളത് വാസ്തവമാണ്. ബ്രിട്ടനിൽ ഉയർന്നു വരുന്ന തദ്ദേശീയരുടെ വികാരങ്ങളും ഈ സംഗതി സ്ഥിരീകരിക്കുകയാണ് എന്ന് പറയുവാൻ സാധിക്കില്ലേ? ബ്രിട്ടനിൽ ഉയർന്നു വരുന്ന തീവ്ര ദേശീയതയ്ക്ക് കാരണം എന്തായിരിക്കും? ബ്രിട്ടനിൽ കലാപത്തീയിട്ടത് ആര്? ഡോക്ടർ അഭിലാഷിലേക്ക്. കഴിഞ്ഞ കുറെ ദശകങ്ങളായിട്ട് ഇങ്ങനെ അമർന്ന് നിന്നിരുന്ന അല്ലെങ്കിൽ മുനിഞ്ഞു കത്തിക്കൊണ്ടിരുന്ന വംശീയതയുടെ ഒരു ആളിക്കത്തലാണ് 2001 ഇപ്പോൾ 2026 ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വംശീയ കലാപത്തിന്റെയൊക്കെ കാരണങ്ങൾക്ക് പിറകിലുള്ളത്. ഇപ്പം സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ അസ്തമിക്കാത്ത ഈ സാമ്രാജ്യം നടത്തിയ അസ്തമനമില്ലാത്ത കൊടും ക്രൂരതകൾക്കപ്പുറമാണ് ഇന്നവർ അഭയാർത്ഥികളായി അല്ലെങ്കിൽ മൈഗ്രൻസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ അവരുടെ മികവ് കൊണ്ട് നിലനിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ, ഈ കാലത്തിലേക്ക് വരുമ്പോൾ അവിടെ തദ്ദേശീയരുടെ ഒരു പൊളിറ്റിക്കൽ അക്യുമുലേഷൻ ഉണ്ടാവുകയും അതിനുശേഷം അവർ ഈ പറയുന്ന xenophobic പൊളിറ്റിക്സിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ വിദേശീയർക്കെതിരെയുള്ള ഒരു എന്താ പറയാ ഒരു വെറുപ്പും അവജ്ഞയുമൊക്കെ ചേർന്നൊരു സമീപനം രാഷ്ട്രീയത്തിൽ കരുതുകയും ചെയ്യുന്നു. ഇതിന്റെയൊക്കെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇപ്പോൾ നടക്കുന്ന കലാപങ്ങളെന്ന് പറയാൻ കഴിയും. അതുപോലെ റൈറ്റ് വിങ് അല്ലെങ്കിൽ ഈ പറയുന്ന തദ്ദേശീയ വംശീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടികളുണ്ട്. ആ പാർട്ടികൾ ഇലക്ഷന് വേണ്ടി ഇത്തരം സംഭവങ്ങളെ പെരുപ്പിച്ച് കാട്ടിയിട്ട് അത്തരം കലാപങ്ങളുടെ പിറകിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ നിൽക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ട വേറൊരു ഭാഗം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ദശകങ്ങളായിട്ട് ഈ പറയുന്ന പോലെ പ്രവാസ ജീവിതത്തിൽ മാതൃക കാണിക്കുന്ന ഒരു സമൂഹമാണ്, ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ പോയ ഒരു ഭാഗത്തും ഒരു രാജ്യത്തും ഒരു അക്രമവും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ആ സമൂഹമായിട്ട് ഇഴകലർന്ന് ജീവിക്കുന്ന ഒരു വളരെ മാന്യമായ ഒരു സമൂഹമാണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റു ചില എലമെന്റുകൾ, ഇപ്പം സുഡാനീസ് ആവാം, പാകിസ്ഥാനികളാവാം, ബംഗ്ലാദേശികളാവാം, ഇവരിൽ ചിലർ അവരുടെ നാട്ടിലെ സാഹചര്യങ്ങൾ ഈ നാട്ടിൽ വേണമെന്ന് പറയുകയും ഈ നാടിന്റെ സാഹചര്യമായിട്ട് സമരസപ്പെട്ടു പോകാൻ തയ്യാറാവാതെ വരികയും മറ്റുള്ളവരുടെ നാട്ടിൽ ചെന്ന് അവരെ ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ വംശീയ വിദ്വേഷത്തിന്റെ ഈ പറയുന്ന എന്താ പറയാ അതിന്റെ ഒരു ഇമ്പാക്ട് നമ്മൾ കൂടി നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. മുമ്പ് ഇന്ത്യക്കാർക്ക് ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവാറില്ലായിരുന്നു. പക്ഷെ ഇന്ന് അന്യർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, ആ ഒരു ഗണത്തിലേക്ക് ഇന്ത്യക്കാരെ കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ഈ രീതിയിൽ മറ്റു പലർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ അധീനത ഉറപ്പിക്കാനുള്ള ശ്രമത്തിനോ അല്ലെങ്കിൽ വളരെ പ്ലെയിൻ ആയിട്ട് നടത്തുന്ന ആക്രമണങ്ങൾക്ക് പോലും ഈ പറയുന്ന മൈഗ്രൻസ് അല്ലെങ്കിൽ പ്രവാസികൾ ഒന്നടങ്കം മറുപടി പറയേണ്ട ഉത്തരവാദികളാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത് അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇനി ഇപ്പൊ നടന്ന സംഭവം നമുക്കറിയാം. നോർത്തേൺ അയർലൻഡില് ഇപ്പം ഒരു സുഡാനീസ് വംശജന് ഒരാളെ കഴുത്തിറക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഈ കഴുത്തിറക്കൽ ബ്രിട്ടനിൽ കുറച്ചു നാൾ മുമ്പ് ഉണ്ടായിരുന്നു. ഒരു ദിവസം ജോലിക്ക് പോയൊരു വ്യക്തിയെ നടു റോഡിൽ വെച്ച് കഴുത്തിറക്കുകയും അതിനുശേഷം അതിനെ ന്യായീകരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം വംശീയത എന്ന് പറയുന്ന ഈ പറയുന്ന സാഹചര്യത്തെ ആളിക്കത്തിക്കുന്ന രീതിയിലേക്ക് മതവർഗീയതയുടെ കൊണ്ടുവന്നിട്ട് അത് ചേരുമ്പോഴാണ് ഈ രണ്ട് ഘടകങ്ങളും തമ്മിൽ ഒരിക്കലും എന്താ പറയാ ഒരു ബന്ധത്തിൽ ഉണ്ടാകുന്ന ഒരു യൂണിറ്റിയിൽ എത്താൻ സാധിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ട്. ഇപ്പം അവർ സംശയത്തോടെ നമ്മളെ നോക്കുന്നു, മറ്റുള്ളവരെ മുഴുവൻ നോക്കുന്നു എന്ന് പറയുമ്പോൾ തെറ്റ് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഇതിനെ രാഷ്ട്രീയമായിട്ട് മുതലെടുത്തുകൊണ്ട് കാലങ്ങളായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്ന ആളുകളെ പോലും
കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതോടൊപ്പം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ വിദേശ രാജ്യങ്ങളെല്ലാം തന്നെ സിഖ് സമൂഹത്തിന് വളരെ വലിയ മാന്യത നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കൃപാണെന്ന് പറയുന്ന ആ ഒരു ആയുധത്തിന്റെ സ്വഭാവമുള്ള ആ ഒരു ഉപകരണം അവർക്ക് ഏത് കാലത്തും ഉപയോഗിച്ച്, ഏത് ഫോഴ്സിലാണെങ്കിലും ഏത് ഇടത്തും ഉപയോഗിക്കാനുള്ള അവസരം പോലും വെസ്റ്റിൽ നൽകിയിട്ടുണ്ട്. അപ്പം അമേരിക്കയിൽ കുറച്ച് ദിവസം മുമ്പ് ഒരു സംഭവം നടന്നു. ഈ പറഞ്ഞ സിഖ് മതക്കാരനായ ഒരാളെ കൃപാൺ ഉപയോഗിച്ച് കുത്തിക്കൊന്നൊരു സാഹചര്യം ഉണ്ടായി. അതോടുകൂടിയിട്ട് ഇവർ ഇത്ര കാലം നൽകിയിരുന്ന ആ ഒരു വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒരാളുടെ പ്രവൃത്തിക്ക് ലക്ഷക്കണക്കിന് ആളുകൾ മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകും. അപ്പം ട്രസ്റ്റ് എന്ന് പറയുന്നത് പരസ്പര ധാരണ അല്ലെങ്കിൽ അസിമിലേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ എല്ലാവരും, അതായത് ഹോസ്റ്റും ഗസ്റ്റും ഒരുമിച്ച് ചേർന്ന് എടുക്കേണ്ട ഒരു സാംസ്കാരിക പൊസിഷനാണ്, ഒരു കൾച്ചറൽ പൊസിഷനാണ്. അതാണ് ഇപ്പോൾ ദുർബലമായിരിക്കുന്നത്. പ്രത്യേകിച്ചും ബ്രിട്ടൻ, യൂറോപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ മലയാളികളൊക്കെ ഒരുപാടുള്ളതാണ്. അവർക്ക് പോലും അവരുടെ സുരക്ഷയും അവരുടെ നിലനിൽപ്പിനെയും പോലും ഇത് ഒരു തരത്തിൽ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ വളരെ ആശങ്കജനകമാണ്. നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികളും അവിടെ ഉണ്ട് അല്ലേ. ഇതാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും. അടുത്തതായി ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരിയിലേക്ക്. ഇന്നത്തെ പൊളിറ്റിക്കൽ ഫോർകാസ്റ്റ് നോക്കുകയാണെങ്കിൽ തീവ്ര വലതുപക്ഷം യൂറോപ്പിനെ ആകമാനം കൈയടക്കുവാൻ സാധ്യതയുണ്ടോ? അതിൽ ലേബർ പാർട്ടിയുടെയും ലിബറലിസ്റ്റ് ചിന്താഗരുടെയും സംഭാവന എത്രത്തോളമായിരിക്കും? തീർച്ചയായിട്ടും തീവ്ര വലതുപക്ഷം യൂറോപ്പിൽ ശക്തി പ്രാപിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇത്തരം സാഹചര്യങ്ങൾ അവർ മുതലെടുക്കുന്നുണ്ട് എന്ന് അഭിലാഷ് പറഞ്ഞതും ശരിയാണ്. രാഷ്ട്രീയം അങ്ങനെയാണ്. സാഹചര്യങ്ങളെ മുതലെടുത്തുകൊണ്ടാണ് രാഷ്ട്രീയം എപ്പോഴും എല്ലാ കാലത്തും എവിടെയും വളർന്നിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലാണേലും അയ്യപ്പനെ മോഷ്ടിക്കുന്നതാണ് സതീശനുള്ള നടക്കലായി മാറുന്നത്. അപ്പൊ ഓരോ സ്ഥലത്തും അന്നേരപ്പം സംഭവിക്കുന്ന കാര്യങ്ങളാണ് രാഷ്ട്രീയക്കാർ മുതലെടുക്കുക. ഇവിടെ ഇപ്പൊ അയർലൻഡിൽ സംഭവിച്ചത് ഒരു നമുക്ക് ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ ഒരു സുഡാനി ആയിട്ടുള്ള ഒരാള്, അയാളൊരു അസൈലം സീക്കർ ആയിരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ഇവിടുന്ന് പോകുന്ന ആൾക്കാർ അസൈലം സീക്കേഴ്സ് അല്ല, ഇവരൊക്കെ ജോലിക്ക് പോകുന്നവരാണ്, പ്രോപ്പറുള്ള വിസയുമായിട്ട് പോകുന്നവരാണ്. ഇനി സിറ്റിസൺഷിപ്പിൽ തന്നെയാണെങ്കിൽ അവരുടെ നിയമങ്ങൾ അനുസരിച്ച് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്ത് അവർക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രം സിറ്റിസൺ ആവുന്ന ആളുകളാണ്. നേരെ മറിച്ച് അസൈലം സീക്കേഴ്സ് അങ്ങനെയല്ല. ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വരുന്നവരാണ്. ഞങ്ങൾക്ക് വേറെ ലോകത്തിലെവിടെയും ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു വരുന്നവരാണ്. പക്ഷേ ഒരു സാധാരണ യൂറോപ്പിന് അല്ലെങ്കിൽ സാധാരണ അയർലൻഡുകാരനെ, UK-കാരന് ഈ അസൈലം സീക്കറിനെയും നോർമലായിട്ട് ഒരു ജോലി അവർക്ക് ആവശ്യമുള്ളൊരു തൊഴിൽ ചെയ്യാൻ വേണ്ടി അവിടെ എത്തുന്ന ഒരാളെയും തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഇത് എത്തിച്ചേർന്നിരിക്കുന്നു. അതിനകത്ത് രാഷ്ട്രീയത്തിനൊരു പങ്കുണ്ട് എന്നൊരു വസ്തുതയാണ്. രാഷ്ട്രീയക്കാരെ ഇതിനെ കൂടി കൂട്ടി മിക്സ് ചെയ്ത് എതിരിയിൽ എണ്ണ ഒഴിച്ച് ഇത് കുറച്ചുകൂടെ മൂപ്പിച്ചെടുത്ത് എങ്ങനെയായാലും ഇലക്ഷനിൽ അവർക്ക് മേൽക്കൈ നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. നമുക്കറിയാം, വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അവിടുത്തെ ടോമി റോബിൻസ് എന്ന് പറയുന്ന ആളാണ് UK-യിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലുള്ളത്. അദ്ദേഹത്തിന്റെ സ്വാധീനം നാൾ വളരെ വേഗം വർദ്ധിച്ചു വരികയാണ്. അതിന്റെ റീസൺ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഇസ്ലാമിക തീവ്രവാദമാണ്. വാസ്തവത്തിൽ ഇന്ന് ലോകത്തിൽ മുഴുവൻ തീക്കൊരിയിട്ടിരിക്കുന്ന സംഗതി ഈ ഇസ്ലാമിക തീവ്രവാദമാണ്. അപ്പൊ അവര് കാണിക്കുന്ന ആ തീവ്രവാദ പ്രവൃത്തികള്, അത് അത്തരം തീവ്രവാദ പ്രവൃത്തികൾക്ക് ഏർപ്പെടുവാൻ മറ്റു മനുഷ്യരെ കൂടി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്ന് കൂടി സംശയിക്കുകയാണ്. കാരണം ഇപ്പൊ ഇവിടെ റെഫർ ചെയ്യപ്പെട്ട ആ സംഗതി ഡിസംബറിൽ ലണ്ടനിലുണ്ടായ കാര്യം, അയാള് ബ്രിട്ടീഷ് പൗരനാണ്, പക്ഷെ സിഖുകാരനാണ്, ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തെത്തിയ ആളാണ്. ഒരു വിക്രം നിക്കുക എന്ന് പറയുന്നത് 23കാരൻ, ഒരു 18കാരനായിട്ടുള്ള വെള്ളക്കാരൻ പയ്യനെ 4 കുത്തി കൊന്ന ഒരു സംഭവം അത് ഡിസംബറിലുണ്ടായതാണ്. അത് വലിയ കൊള്ളക്കം UK-യിലെമ്പാടും സൃഷ്ടിച്ചതാണ്. അപ്പൊ അതിന്റെ അയാൾക്കുള്ള ശിക്ഷ ഈ ദിവസങ്ങളിലാണ്. അയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും അതിന്റെ ടെലിവിഷനിലുള്ള വലിയ ടെലികാസ്റ്റുകളൊക്കെ നടന്ന് സമൂഹം മൊത്തത്തിൽ ആ വിഷയം ഒന്നും കൂടി ഓർത്തിരിക്കുന്ന ഈ ഒരു സമയത്താണ് അയർലൻഡിൽ UK-യുടെ മറ്റൊരു ഭാഗത്ത് ഇങ്ങനൊരു കാര്യം ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ജനം വല്ലാതെ അപ്സെറ്റ് ആവുന്നത് ഉറപ്പാണ്. കാരണം മറ്റേ സംഭവം ഒരാളുടെ ഒരു വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വെള്ളക്കാരന്റെ മരണത്തിലേക്ക് എത്തിച്ചു. ഇവിടെ ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാരൻ അയർലൻഡിലെ ഈ സുഡാനിയാൽ ആക്രമിക്കപ്പെട്ട ചെറുപ്പക്കാരൻ അവന്റെ ആയുസിന്റെ ബലം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അവന്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു, അവന്റെ കഴുത്തിൽ പലതവണ സ്റ്റാബ് ചെയ്തിട്ടുണ്ട്. അയാളെ അപകടാവസ്ഥ തരണം ചെയ്തു എന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആളുകൾ, പ്രത്യേകിച്ചും ചെറുപ്പക്കാർ, പലവിധ വിഷയങ്ങൾ കൊണ്ട്, തൊഴിലില്ലാത്തവരുണ്ടാവാം, വേറെ പല വിഷയങ്ങൾ കൊണ്ട് അപ്സെറ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ മനുഷ്യർ വളരെ വേഗം പ്രകോപിതരാകുന്നതാണ്. അയർലൻഡ് ദിവസവും തോറും ഈ കഴിഞ്ഞ രാത്രിയും ഈ രാത്രിയിലും അവര് വലിയ തോതിലുള്ള പ്രകടനങ്ങൾ, അക്രമാസക്തമായ പ്രകടനങ്ങൾ പ്രതീക്ഷിക്കുന്നു. അവിടെ പിന്നെ ഈ വാട്ടർ ഗൺ എന്നൊക്കെ പറയുന്നത്, വാട്ടർ കാനൺ എന്ന് പറയുന്ന സാധനം നമുക്കിവിടെ സാധാരണയാണ്, തിരുവനന്തപുരത്ത് ദിവസം എടുത്ത് കളിക്കുന്ന സാധനമാണ്. പക്ഷെ സായിപ്പിന്റെ നാട്ടിൽ ബാൻഡാണ്, ഉപയോഗിക്കാൻ പാടാത്ത സാധനമാണ്. UK-യില് അത് ഉപയോഗിച്ചിട്ടില്ല. അയർലൻഡിലാണ് ഈ ഒരു സംഗതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വാട്ടർ കാനൺ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനെ പല പാർലമെന്റേറിയന്മാരും അതിനെ എതിർക്കുന്നുണ്ട്. അത് മാരകമായ സാധനം എന്നാണ് പറയുന്നത്. നമുക്കിവിടെ മാരകമൊന്നുമില്ല. ഇവിടെ
പിന്നെ നമ്മുടെ ഈ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുളിക്കാൻ പോകുന്നത് വാട്ടർ ക്യാനിന്റെ ചുവട്ടിലാണ്. അപ്പൊ മറ്റവരെ സംബന്ധിച്ച് അത് വലിയ ഒരു പോലീസിന്റെ വലിയൊരു വെപ്പണാണ്. അപ്പൊ ആ വെപ്പണൊക്കെ ഉപയോഗിച്ചിട്ട് ആളുകളെ നേരിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ചെറുപ്പക്കാർ മുഖം മറച്ചുകൊണ്ട് തെരുവുകളിൽ ഇറങ്ങുന്നു. ഈ കഴിഞ്ഞ ദിവസം നമ്മളുടെ മലയാളികളായിട്ട് നേഴ്സുമാരെ റോഡിൽ വെച്ച് ചേസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ അവിടെയുള്ള മലയാളികളൊക്കെ വളരെ അപ്സെറ്റ് ആണെന്നാണ് അവിടെ നിന്നുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അവർ ആക്രമിക്കപ്പെടുമ്പോൾ എന്നുള്ള വലിയ ഭയത്തിലാണ്. ബസ്സിൽ കയറാൻ ഭയമാണ്, രാത്രി കഴിഞ്ഞാൽ പുറത്തു പോകാൻ ഭയമാണ്, പബ്ബിൽ പോകാൻ ഭയമാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു സംഗതിയുടെ ഭാഗമല്ല. ഇത് ഇസ്രായേലിന്റെ ഫോർമേഷനുമായി തുടങ്ങിയ ഒരു ഇസ്ലാമിക റിവൈവൽ എന്ന് വിളിച്ചുകൊണ്ട് വന്ന ആ കാടത്തത്തിലേക്കുള്ള തിരിച്ചുപോക്ക്. ആ തിരിച്ചുപോക്കിന്റെ ഭാഗമായിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും അതുപോലെ ഏഷ്യൻ രാജ്യങ്ങൾ, പാകിസ്ഥാനില്, ബംഗ്ലാദേശില്, അഫ്ഗാനിസ്ഥാനിലൊക്കെ പടർന്നു വന്ന തീവ്ര വർഗീയത, ഇസ്ലാം മാത്രം ജീവിച്ചാൽ മതി, ബാക്കി ആരും ജീവിക്കണ്ട എന്ന് വിചാരിക്കുന്ന, അങ്ങനെ മനസ്സിൽ അത് മാത്രം വേരൂന്നി ഉയർത്തപ്പെട്ട ഒരു തലമുറ. അത് 1970 ശേഷമൊക്കെയാണ്. 67 ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം ഈ അറബ് രാജ്യങ്ങളെ സമ്പൂർണ്ണമായി പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ തങ്ങളുടെ പഴയ ശരീഅത്ത് നിയമങ്ങളിലേക്ക് പോയാൽ മാത്രമേ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നുള്ള ഒരു വഹാബിക് ചിന്ത. ആ ചിന്തയിൽ നിന്ന് പല രാജ്യങ്ങളിലും അത്തരം ആളുകൾ മനസ്സിൽ അത് വളരെ ചെറുപ്പകാലത്ത് ഫീഡ് ചെയ്യുകയും അവർ പിന്നീട് ഈ സിറിയ പോലത്തെ രാജ്യങ്ങളിൽ വലിയ കലാപമുണ്ടാകുന്ന സമയത്ത്, സിറിയയില്, ഇറാഖില്, അഫ്ഗാനിസ്ഥാനിലും കലാപമുണ്ടാകുന്ന സമയത്ത് ഇവര് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന മനുഷ്യരുടെ മനസ്സിലൊക്കെ മറ്റു മനുഷ്യരൊക്കെ ശത്രുക്കളാണ്. അപ്പൊ അത് എവിടെ ചെന്നാലും ശത്രുവാണ്. അപ്പൊ അവന് ഭക്ഷണം കിട്ടുന്നവരെ, നിവർന്നു നിൽക്കാൻ കഴിയുന്നവരെ അവൻ ഭക്ഷണത്തായോ വെള്ളം തായോ എന്ന് പറഞ്ഞ് കരയും. അവന് ഭക്ഷണം കിട്ടി, വെള്ളം കിട്ടി, അവൻ നിവർന്നു നിന്നാൽ അവൻ ആദ്യം ശരീരത്തെയാണ് ചോദിക്കുന്നത്. ഐ വാണ്ട് മൈ റിലിജിയൻ, ഐ വാണ്ട് മൈ സ്റ്റൈൽ ഓഫ് ലൈഫ്. അപ്പൊ ഇവര് എണ്ണത്തിൽ എത്ര കൂടുതലൊന്നും കേട്ടോ. നമ്മൾ ഈ പ്രൊജക്ട് ചെയ്യപ്പെടുമ്പോ ഇംഗ്ലണ്ടിലൊക്കെ നിറച്ച് മുസ്ലിങ്ങളാണ്, പിന്നെ ജർമ്മനി നിറച്ച് മുസ്ലിങ്ങളാണ്. അറൌണ്ട് 5. പക്ഷെ ആ 10% ആ രാജ്യത്തെ 90% മനുഷ്യരെ വരടാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം അത്തരത്തിലുള്ള ഒരു കയോസ് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇത് പിന്നെ ഈ പോളിഷ്ഡ് ആൻഡ് അൺപോളിഷ്ഡ് ആയിട്ട് ആളുകൾ തമ്മിലുള്ള ഒരു യുദ്ധമാണ്. ഒരു കൂട്ടരെ എക്സ്ട്രീംലി പോളിഷ്ഡ് ആണ്. കാരണം അവര് ക്രൈസ്തവരാണോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണോ എന്നുള്ളതല്ല വിഷയം. പക്ഷെ യൂറോപ്പിൽ ഒരു ക്രിസ്ത്യൻ കൾച്ചറുണ്ട്. ക്രിസ്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് നല്ല സമുദായത്തിന്റെ കൾച്ചറാണ്. അതായത് കരയുന്നവന്റെ കൈപിടിക്കുക എന്നുള്ള കൾച്ചറാണ്. അത് ക്രിസ്ത്യൻ കൾച്ചർ, അതിന്റെ പേര് ക്രിസ്ത്യൻ കൾച്ചർ എന്നാണ്. ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്നത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സഹോദരമാണ്. അപ്പൊ അതുകൊണ്ട് ആര് വെള്ളം ചോദിച്ചാലും കൊടുക്കണം, ആര് ഭക്ഷണം ചോദിച്ചാലും, ആര് മാർപ്പാപ്പ പറയും നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ നിങ്ങൾ പിന്നെ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നു അതാണ് ക്രിസ്ത്യൻ തോട്ട്. ദാറ്റ് ഈസ് ദ റിയൽ ക്രിസ്ത്യൻ തോട്ട്. ഇപ്പോഴും മാർപ്പാപ്പമാരത് പറയുന്നു. പക്ഷെ പൊതുജനത്തിന് ദേഷ്യം വരുന്നു. കാരണം കൈക്കിട്ട് കടി കിട്ടി, പാല് കൊടുത്ത് പാമ്പ് കടിക്കാൻ തുടങ്ങി. അപ്പോ ഈ സഹായം ചോദിച്ചു വന്നവൻ അവന്റെ ഹൃദയത്തിൽ ഇരുട്ടാണ്. അവൻ ഈ സഹായം കണ്ടെന്ന് അവന്റെ കണ്ണിൽ വെളിച്ചം വരില്ല. അപ്പൊ അവൻ ആ ഒരു 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 വിരോധം, വൈരാഗ്യം, മറ്റു ലോകത്തിലുള്ള സർവ്വ മനുഷ്യരുടെ വൈരാഗ്യം, അവന്റെ മതത്തിൽപ്പെട്ടവനല്ല എന്നുള്ള വൈരാഗ്യം, അത് ഉപയോഗിച്ച് മനുഷ്യരെ ആക്രമിക്കുന്നു, ശാരീരികമായി ആക്രമിക്കുന്നു, റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. മറ്റ് സാധാരണ പിന്നെ കൾച്ചേർഡ് ആയിട്ടുള്ള, പോളിഷ്ഡ് ആയിട്ടുള്ള മനുഷ്യർക്ക് അത് തിന്മയാണ്. നേരെ മറിച്ച് അവർക്കത് പുണ്യമാണ്. അപ്പൊ അവരുടെ പുണ്യം ഈ രാജ്യങ്ങളിൽ കൊണ്ട് വിതയ്ക്കുന്നതാണ് വാസ്തവത്തില് മറ്റ് മനുഷ്യരോട് മുഴുവൻ, മറ്റു രാജ്യങ്ങളിൽ എത്തിപ്പെട്ട ആളുകളെ മുഴുവൻ ശത്രുക്കളായി വീക്ഷിക്കാൻ ആ യൂറോപ്യൻ സമൂഹത്തെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അത് നിശ്ചയമായിട്ട് മുതലെടുക്കാൻ രാഷ്ട്രീയക്കാർ ശ്രമിക്കും. കാരണം രാഷ്ട്രീയം അങ്ങനെയാണ്. അധികാരം കിട്ടിയാലും രാഷ്ട്രീയക്കാർക്ക് അവരുടെ പോളിസി നടപ്പാക്കാൻ വാട്ട് എവർ ബി ദ പോളിസി, അധികാരമില്ലാത്തത് ഡെമോക്രസിക്ക് യാതൊരു വിലയില്ല. നിങ്ങളൊരു ഡെമോക്രാറ്റിക് രാജ്യത്തിലാണെങ്കിലും അവിടെ ഒരു പ്രതിപക്ഷം ഭരണപക്ഷമുണ്ട്. ഭരണപക്ഷത്തിന്റെ പോളിസികളാണ് നടപ്പാവുക. അപ്പൊ നിങ്ങൾക്ക് പോളിസി നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തിൽ നിങ്ങൾക്ക് അധികാരം നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അധികാരം എങ്ങനെ പിടിക്കാൻ പറ്റും? അത് രാഷ്ട്രീയക്കാർ അവർക്ക് അറിയാവുന്ന ടെക്നിക്കൊക്കെ അവർ ഉപയോഗിക്കും. ഇപ്പൊ യൂറോപ്പില് വേവുന്ന ഏറ്റവും നല്ല ഒരു ഒരു പ്രചരണം എന്ന് പറയുന്നത് യൂറോപ്യന്മാർ ഇവിടെ വന്നു ചേർന്ന് വിദേശികളാൽ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ രാഷ്ട്രീയക്കാർ അങ്ങനെ തത്വദീക്ഷയൊന്നുമില്ല. അപ്പൊ അവനത് പിന്നെ സിറിയയിൽ നിന്ന് കുടിയേറി വന്നവനാണോ, അഫ്ഗാനിൽ കുടിയേറി വന്നവനാണോ, കേരളത്തിൽ നിന്ന് ഏറ്റവും ലെജിറ്റിമേറ്റ് ആയിട്ട് അവർക്ക് ആവശ്യമുള്ളത് കൊണ്ട് മാത്രം വിളിച്ചു വരുത്തി അവർ തൊഴിൽ ചെയ്യുന്ന ആളുകളാണോ എന്നുള്ള തിരിച്ചറിവിലൊന്നും രാഷ്ട്രീയക്കാർ നിൽക്കുകയില്ല. അപ്പം എല്ലാവരും ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം യൂറോപ്പിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന വസ്തു. തീർച്ചയായിട്ടും ഡോക്ടർ ശ്രീ അഭിലാഷ് ജി രമേശിലേക്ക് നമുക്കറിയാവുന്നതുപോലെ
കഴിഞ്ഞ മാസമാണ് തീർച്ചയായിട്ടും ബ്രിട്ടനിൽ ഒരു ലോക്കൽ ഇലക്ഷൻ നടന്നത്. അതിൽ റിഫോം പാർട്ടിക്ക് വലിയൊരു ടോമി റോബിൻസന്റെ പാർട്ടിക്ക് വലിയൊരു പിടി നൽകാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതോടൊപ്പം പറയുകയാണ് സ്റ്റാമറിന്റെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരിക്കുന്ന കീർ സ്റ്റാമറിന്റെ ഒരു അഭിമുഖം പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞത് ഏകദേശം 6%, 10 മുതൽ 6%, 6 മുതൽ 10% അത്തരം ഒരു പെർസെന്റേജ് ആണ് ഇസ്ലാം വിഭാഗക്കാർ UK ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, സ്റ്റാമർ പറഞ്ഞത് ഇങ്ങനെയാണ്: ആധുനിക UK മുഖം ഇസ്ലാമാണ് എന്നുള്ളൊരു പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായി. അപ്പോൾ ഈ ഒരു പരാമർശം മാത്രമല്ല, ലോക്കൽ ഇലക്ഷനിൽ വന്നു ചേർന്ന ഒരു അട്ടിമറി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫോം പാർട്ടിക്ക് നേടിയ ഒരു കരുത്ത്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി ഒരു അടുത്തൊരു ഇലക്ഷനിൽ എന്തൊക്കെയായിരിക്കാം ഒരു സാധ്യതയുള്ളത്? റിഫോം പാർട്ടി എത്രത്തോളം വരുവാൻ സാധ്യതയുണ്ട്? കൺസർവേറ്റീവ് പാർട്ടിയുടെ നില എത്രത്തോളം താഴുവാൻ സാധ്യതയുണ്ട്? അതുപോലെ തന്നെ ലേബർ പാർട്ടി, ഇപ്പോൾ ആയിരിക്കുന്ന ലേബർ പാർട്ടി, ഈ ലേബർ പാർട്ടി എന്തുകൊണ്ടാണ് ലേബർ പാർട്ടിക്ക് വലിയൊരു പരാജയം വരുവാൻ സാധ്യത? ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ, കൗൺസിൽ, കൗണ്ടി തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രാദേശിക ജനവികാരങ്ങളും പ്രാദേശിക അനുഭവങ്ങളോടുള്ള റെസ്പോൺസസുമാണ്. അപ്പൊ അത്തരം റെസ്പോൺസസിൽ നിന്നാണ് നമ്മൾ ജനങ്ങളുടെ ഒരു മൂഡ് ഗെയിജ് ചെയ്യാൻ വരുന്നത്. ഇപ്പൊ കേരളത്തിൽ നമ്മൾ പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ ഒരു റിഫ്ലക്ഷനാണ്, ജനങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ റിഫ്ലക്ഷനാണ് എന്ന് പറയുന്ന പോലെയാണ് ഈ പ്രാദേശിക ഇലക്ഷൻസിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. അപ്പം ഗ്രൗണ്ടിൽ UK ഗ്രൗണ്ട് ലെവലിൽ ഈ ഒരു പ്രചരണം അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം വളരെ ഗൗരവമായിട്ട് ജനങ്ങൾ കണ്ടു തുടങ്ങുകയാണ്. കാരണം ഇത് കുറച്ച് വ്യക്തികൾ വംശം കൊണ്ടോ അല്ലെങ്കിൽ നിറം കൊണ്ടോ അല്ലെങ്കിൽ അപ്പിയറൻസ് കൊണ്ടോ വ്യത്യസ്തരായ ഒരു കൂട്ടം ജനങ്ങൾ അവിടെ വരുന്നു എന്നത് മാത്രമല്ല, അവരുടെ ഒരു സ്പേസ്, അവരുടെ ഒരു പേഴ്സണൽ സ്പേസ് അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ വേ ഓഫ് ലൈഫിന് എഗനിസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന ഒരു ക്ലാഷ് ഉണ്ടാവുന്നത്. ഈ ക്ലാഷ് വരുന്നതിനെ മുതലെടുക്കുന്ന രീതിയിലും അനുകൂലിക്കുന്ന രീതിയിലുള്ള രണ്ട് പാർട്ടികൾ ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞു. ലേബർ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലേബർ പാർട്ടിക്ക് ഇപ്പോൾ അവരുടെ സ്വന്തമായ ഒരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് അവർ വരികയാണ്. കാരണം ആഴ്ചകൾ തോറും മാറി പറയുന്ന പ്രധാനമന്ത്രിമാർ, ഇങ്ങനെയൊക്കെയുള്ള ആന്തരിക പ്രശ്നങ്ങൾ. ഒരു ഭാഗത്ത് ആരെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ആരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പ്രധാന വോട്ട് ബാങ്ക് നഷ്ടപ്പെടും എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവുന്നു. അപ്പം ഇവിടെ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണയും ഇപ്പൊ ടോമി റോബിൻസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ്, ആ റൈറ്റ് വിംഗ് പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിന് സ്വീകാര്യത ലഭിക്കുന്നത് കൗൺസിൽ ലെവലുകളിലാണ്. അപ്പോൾ ആ കൗൺസിലുകളിൽ നിന്ന് ഒരു മാഗ്നിഫിക്കേഷൻ ആയിട്ട് ഒരുപക്ഷെ ഇപ്പം അവർക്ക് സ്വാധീനമുള്ള ഒരു മന്ത്രിസഭ വന്നാൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് വന്നാൽ അത്ഭുതപ്പെടാൻ പോലും ഇല്ല. കാരണം ഈ പറയുന്ന ഈ പ്രശ്നങ്ങളെ അവർ ആംപ്ലിഫൈ ചെയ്ത് നിർത്തുകയും, ഇപ്പം സുഡാനീസോ അഫ്ഗാനീസോ അല്ലെങ്കിൽ പാകിസ്ഥാനീസിനെയോ അല്ല അവർ ടാർഗറ്റ് ചെയ്യുന്നത്, പകരം ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫോഴ്സ് ആവാൻ സാധ്യതയുള്ള ഇന്ത്യൻസിനെയും അതർ അല്ലെങ്കിൽ അപരൻ എന്ന് പറയുന്ന ഭാഗത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രചരണത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വൈറ്റ് കൺസോളിഡേഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഹങ് മിനിസ്ട്രി, ഒരു ഹങ് ഗവൺമെന്റ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത പോലും നമുക്ക് കൽപ്പിക്കാൻ കഴിയും. പിന്നെ വേറെ ഒന്ന്, ഇപ്പൊ പറഞ്ഞ പോലെ ഈ സ്വന്തം രാജ്യത്ത് അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വീണ ഒരു രാജ്യത്ത് നമുക്ക് അപരത്വം അനുഭവപ്പെട്ട് തുടങ്ങുകയാണ്. അത് നമ്മളെ എല്ലാ മേഖലയിലും അത് വ്യാപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആരും അസ്വസ്ഥരാകും. ഇപ്പോൾ നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്പേസ് അല്ലേ, ആ സ്പേസിനകത്തേക്ക് നമുക്കൊരു പരിചയമില്ലാത്ത ഒരു 500 പേർ വന്ന് ഒന്നും ചെയ്യാതെ നിന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഈ അവസ്ഥയുടെ ഒരു പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സൊസൈറ്റൽ ആയിട്ടുള്ള ഒരു സ്ഥിതി അല്ലെങ്കിൽ ഒരു ലെവൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതാണ് UK മറ്റ് പല രാജ്യങ്ങളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇമിഗ്രേഷൻ പോളിസി, ഇപ്പം നേരത്തെ ജോൺ സാർ പറഞ്ഞ പോലെ അസൈലം സീക്കേഴ്സ്, ഈ അസൈലം സീക്കേഴ്സിനകത്ത് വരുന്നതാരാണ്? സ്ത്രീകളോ വൃദ്ധരോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്ന് വധഭീഷണി നേടി വന്നവരോ ഒന്നുമല്ല. പകരം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററി ഏജ് ഉള്ള, അവരങ്ങനെയാണ് ആ ടേം യൂസ് ചെയ്യുന്നത്, പട്ടാളത്തിൽ സെർവ് ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ശാരീരിക ക്ഷമതയും പ്രായവുമുള്ള പുരുഷന്മാർ വലിയ രീതിയിൽ വന്നുകൊണ്ട് അവർ എന്നിട്ട് ഈ പറയുന്ന നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഒരു രാജ്യത്തിനകത്ത് അപകടകരമായ ഒരു സ്ഥിതിവിശേഷം നിറയുമ്പോൾ സ്വാഭാവികമായിട്ടും എതിരെ നിൽക്കുന്നത് ആരാണ്? ഇപ്പൊ അതിന്റെ ദോഷം അനുഭവിക്കേണ്ടി വരുന്ന ഇന്ത്യൻസ് കൂടിയാണ്. ഇപ്പോൾ നമ്മൾ അങ്ങ് കണ്ടിട്ടുണ്ടാകും, കുറച്ച് ദിവസം മുമ്പ് എക്സിലൊക്കെ തന്നെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഇന്ത്യൻസിനെതിരായിട്ട് വലിയ പ്രചരണം നടക്കുന്നുണ്ട്. ഇന്ത്യൻസിന് സിവിക് സെൻസ് ഇല്ല, ഇന്ത്യൻസിന് പെരുമാറാൻ അറിയില്ല, അല്ലെങ്കിൽ അവർ നിന്ന് ഡാൻസ് ചെയ്തു, വാർ മെമ്മോറിയലിൽ പോലും ചെന്ന് ഡാൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ ഇന്ന് ആയിരക്കണക്കിന് ഇരട്ടി ആംപ്ലിഫൈഡ് ആവുന്നതിന് പുറകിലുള്ള പൊളിറ്റിക്കൽ അജണ്ടയും നമ്മൾ കാണേണ്ടതുണ്ട്. അവിടെയൊക്കെ തന്നെ വൈറ്റ്
ട്രഡീഷണൽ കൺസർവേറ്റീവ് കൺസോളിഡേഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഭരണത്തിന് വേണ്ടുന്ന ഒരു പൊളിറ്റിക്കൽ സ്ലോഗണും മൊമെന്റവും ഒക്കെ ക്രിയേറ്റ് ചെയ്യുവാനായിട്ടുള്ള ഇവരുടെ ശ്രമങ്ങളാണ് ഇതെല്ലാം നടക്കുന്നത്. അതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ആളുന്ന തീയിലേക്ക് പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്നത് പോലെയാണ് ഇത്തരത്തിലുള്ള ബുദ്ധിശൂന്യമായുള്ള പ്രവർത്തികൾ നടക്കുന്നത്. ഒരാൾ മതഭ്രാന്ത് പിടിച്ചുകൊണ്ട് വെറുതെ ഒരു വ്യക്തിയെ പോയി ആക്രമിക്കുന്നു, കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പം ഇത്തരം സ്വഭാവങ്ങളെല്ലാം തന്നെ മനുഷ്യന്റെ കളക്റ്റീവ് മെമ്മറിയിൽ നിൽക്കുകയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറഞ്ഞാൽ ഭയം കൂടാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യമാണ്, അല്ലെ? ആ സാഹചര്യം ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾ വരുമ്പോൾ ഈ മുൻകാല അനുഭവങ്ങളുടെ ഓർമ്മകളും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ സ്വത്വമായിട്ട് മാറും, ഒരു സ്വഭാവമായിട്ട് മാറുകയും ആ സ്വഭാവം ഒരു വോട്ടിംഗ് വരുന്ന സമയത്ത് തങ്ങളുടെ ചിന്തകളോട് ഒത്തു നിൽക്കുന്നവരുടെ ഒപ്പം രാഷ്ട്രീയമായിട്ട് അണിചേരാനുള്ള ഒരു സാധ്യതയും തുറന്നിടും. അതറിയാവുന്നവരാണല്ലോ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ. അപ്പം ഈ ഒരു രീതിയൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ UK സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ UK പലപ്പോഴും ഈ പറയുന്ന പോലെ അവരെ ഒരുപാട് ഗ്രേഷ്യസ് ആയിട്ടുള്ള ഹോസ്റ്റ് ആണ്. അത് നമ്മൾ അംഗീകരിക്കുന്ന ഒരു യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നില്ല. യുണൈറ്റഡ് കിങ്ഡം ആണെങ്കിലും ഇപ്പോൾ ഇന്ത്യക്കാർക്ക് അവിടെ വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. വളരെ നല്ല രീതിയിൽ സമൂഹമായിട്ട് ചേർന്ന് പോകുന്ന ഒരു കൂട്ടരാണ് ഇന്ത്യക്കാർ. അതിൽ തന്നെ മലയാളികൾ ഏറ്റവും നല്ല ബിഹേവിയർ ഉള്ളവരാണ്. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല. ആകെപ്പാടെ നമുക്കെതിരെ വന്ന ഒരേ ഒരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന്റെ സമയത്ത് കണ്ട് ഒരു ആവേശം സിനിമയിലെ ഒരു പാട്ട് പാടി കുറച്ച് പിള്ളേർ കുറച്ച് കുട്ടികൾ ഡാൻസ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിപ്പം മലയാളികളൊക്കെ എന്ന് വെച്ചാൽ ഈ സമൂഹത്തിൽ ചേർന്ന് നിൽക്കാനുള്ള ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ളവരാണ്. പക്ഷേ മറ്റു പല രാജ്യത്തും ചെല്ലുന്നവർ അങ്ങനെയല്ല. അവരവിടെ ചെന്നിട്ട് ഈ ഇപ്പം നേരത്തെ സാറ് പറഞ്ഞതുപോലെ മതം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഭക്ഷണം നിറഞ്ഞു കഴിയുമ്പോൾ അടുത്ത ചിന്ത അവരുടെ മതമാണ്, ആ മതം മറ്റുള്ളവരിലേക്ക് ഏൽപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നത്. പക്ഷെ തിരിച്ചു പോകുന്ന ഡീപ്പോർട്ടേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം കരഞ്ഞു കാല് പിടിക്കുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതേ ആളുകളാണ്. സോ അപ്പം UK ഒക്കെ അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവരെ ആ സമൂഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് അപകടകാരികളായിട്ടുള്ളവർക്കെതിരെ അതികഠിനമായിട്ടുള്ള നടപടികൾ എടുക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ മൈഗ്രേഷന്റെ ആ എത്തിക്കൽ പ്രിൻസിപ്പിളിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ റെഫ്യൂജി സ്റ്റാറ്റസിന്റെയോ ഒക്കെ. ഇതോടുകൂടി പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഭരിക്കുന്നത് അപ്പോൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് പറഞ്ഞു. ലേബർ പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ലിബറലിസം വളരെ ആഞ്ഞടിക്കുന്ന ഒരു സമൂഹമാണ് ലേബർ പാർട്ടികളെ. ഇപ്പോൾ UK നോക്കുവാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ലേബർ പാർട്ടിയിലെ മുഖ്യന്മാർ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, അവർ ശരിക്കും രാജ്യ സ്നേഹികളാണോ അതോ രാജ്യദ്രോഹികളാണോ? ലേബർ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുഴിച്ച കുഴിയിൽ തന്നെ വീണുപോയ സാഹചര്യമാണ്. അവർ ഈ പറയുന്നത് പോലെ ഈ അപകടകാരികളായിട്ടുള്ള അഭയാർത്ഥികളായിട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടി സകല വഴിവിട്ട സഹായം ചെയ്തുകൊണ്ട് സ്വന്തം പാർട്ടിയെ തന്നെ അവർക്ക് വേണ്ടി വിഴുങ്ങാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ്. കെയർ സ്റ്റാമർ ആയിരിക്കും ഒരുപക്ഷെ ഇനി വരുന്ന കാലങ്ങളിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന അവസാന യൂറോപ്യൻ ആയിട്ടുള്ള ലേബർ പാർട്ടിയുടെ നേതാവ്. അത്രയ്ക്ക് ദയനീയമായ ഒരു അവസ്ഥയാണെന്നാണ് നമുക്ക് പല അനാലിസിസിൽ നിന്നും വ്യക്തമാകുന്നത് പോലും. സോ അപ്പം ഇപ്പം യൂറോപ്പ് ആസ് എ ഹോൾ ഇനി ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ മൈഗ്രേഷൻ വഴി അവർക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവുന്ന കമ്മ്യൂണിറ്റീസിനെ പ്രോത്സാഹിപ്പിക്കാം. അതുപോലെ ഈ കണ്ണ് പടച്ചുള്ള മൈഗ്രേഷൻ, അല്ലെങ്കിൽ ഈ നാട്ടിലേക്ക് കപ്പൽ കയറി വന്നു അല്ലെങ്കിൽ കടന്നു വന്നു എന്നതുകൊണ്ട് മാത്രം അപകടകാരികളായിട്ടുള്ളവർക്ക് എല്ലാ സൗകര്യവും ദയവും ചെയ്തു കൊടുക്കുന്ന സാഹചര്യത്തിൽ മാറേണ്ട ഒരു കാലം കൂടി ഇവർക്ക് വന്നിരിക്കുകയാണ്. അതിലൊക്കെ ഇപ്പം അമേരിക്കയുടെ ഒക്കെ ഒരു പോളിസി നോക്കുകയാണെങ്കിൽ അറിയാമല്ലോ, ഇനിയിപ്പോ എത്ര വർഷം താമസിച്ചെന്ന് പറഞ്ഞാൽ പോലും എന്തെങ്കിലും ഒരു കുഴപ്പത്തിൽ നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം ശക്തമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ജപ്പാൻ നോക്കൂ, ജപ്പാൻ ഈയിടയ്ക്ക് മൈഗ്രേഷൻ പരീക്ഷിച്ചു. ആ പരീക്ഷണം വലിയ പരാജയമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ റിവേഴ്സ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പല രാജ്യങ്ങളും അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുമ്പോഴും യൂറോപ്പിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഇൻ എ ട്രാപ്പ് ഓഫ് ബെനവലൻസ്. നന്മയുടെ ഒരു കെണിയിലാണ് അവർ അകപ്പെട്ടിരിക്കുന്നത്. ഈ യൂറോപ്യൻ നന്മയുടെ കെണി അവരുടെ കാലിൽ തന്നെ ഇന്ന് കുടുങ്ങിയിരിക്കുകയാണ്. ആ കുടുക്കിൽ നിന്ന് ഊരാൻ ആര് അവരെ സഹായിക്കുന്നു, അവർ ഭരിക്കുകയും അവരാ നാടിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുള്ളതാണ് നമുക്ക് ഓർക്കേണ്ടത്. ഓക്കെ, ശ്രീ ഡോക്ടർ ജോൺ ജോസ് മല്ലികശ്ശേരിയിലേക്ക്. സർ, നമുക്കറിയാവുന്നതുപോലെ പ്രശസ്തനായ ഒരു നിരീക്ഷകനാണ് UK-യിൽ നിന്നുള്ളൊരു യൂറോപ്പിൽ നിന്നുള്ള പ്രശസ്തനായ ഒരു നിരീശ്വരവാദിയാണ് റിച്ചാർഡ് ഡോക്കിൻസൺ, ഒരു സയന്റിസ്റ്റാണ്, നമുക്കറിയാവുന്നതുപോലെ. അദ്ദേഹത്തിന്റെ വലിയൊരു വാക്കാണ് ഐ ലൈക്ക് ടു ബി കൾച്ചറൽ ക്രിസ്ത്യൻ. ഇത് എത്രത്തോളം യൂറോപ്യൻ സമൂഹത്തെ എത്രത്തോളം ബാധിച്ചിരിക്കുന്നു? നിശ്ചയമായിട്ടും നമ്മൾ അവരുടെ ഒരു ഡെമോഗ്രഫി എടുത്ത് നോക്കുമ്പോൾ യൂറോപ്പിലുള്ള ക്രിസ്തീയ വിശ്വാസികളുടെ ഒപ്പം തന്നെ ഏകദേശം ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകളുടെ എണ്ണവുമുണ്ട്. ഒരു മൊത്തം ക്രിസ്ത്യൻസ് എടുത്ത് നോക്കിയാൽ ഒരു 90% ക്രിസ്ത്യൻസ് ആയിരിക്കും മിക്കവാറും രാജ്യങ്ങൾ ഉണ്ടാവുക. 90% ഒരു പകുതിയുടെ തൊട്ട് മേലെ വിശ്വാസമുള്ളവരും ബാക്കി താഴോട്ട് ഏകദേശം പകുതിയുടെ ഒപ്പം തന്നെ വിശ്വാസമില്ലാത്തതുമായ ആളുകളാണ്.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസമില്ല എന്നതുകൊണ്ട് അവർക്ക് ക്രിസ്ത്യൻ കൾച്ചർ ഇല്ല എന്നർത്ഥമാക്കണ്ട. ക്രിസ്ത്യൻ കൾച്ചർ ഉണ്ട്, പക്ഷെ അവർക്ക് ദൈവവിശ്വാസം ഇല്ല എന്നുള്ളതാണ്. പക്ഷെ മനുഷ്യര്, സയന്റിസ്റ്റുകൾ പ്രത്യേകിച്ചും, ഞാനൊക്കെ സയൻസ് പഠിച്ചിട്ടുള്ള ആളാണ്, ഏറ്റവും എക്സ്ട്രീം സയൻസ് പഠിച്ചിട്ടുള്ള ആളാണ്. ക്വാണ്ടം മെക്കാനിക്സ് ആണ് എന്റെ വിഷയം, ആറ്റമിക് സയൻസ് ആണ്. സയൻസ് ലീഡിങ് ടു ഫിലോസഫി. നിങ്ങൾ സയൻസ് മര്യാദയ്ക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഫിലോസോഫറായിട്ട് മാറും. കാരണം അറിവ്, ജ്ഞാനം എന്ന് പറയുന്നൊരു സംഗതി അത് ഉത്ഭവിക്കുന്നത് അറിവിന്റെ നിറവിലാണ്. നിങ്ങൾ അറിവ് നേടി അതിന്റെ ഒരു ക്ലൈമാക്സ് എത്തുന്ന സമയത്താണ് നിങ്ങൾക്ക് വിസ്ഡം അഥവാ ജ്ഞാനം ഉണ്ടാവുന്നത്. ആ ജ്ഞാനത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ളത് നിങ്ങളുടെ തിരിച്ചറിവാണ്. നിങ്ങൾ ഇതുവരെ നേടിയെടുത്ത അറിവുകളൊന്നും വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിലെ ജ്ഞാനവുമായി അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ മൊത്തം അറിവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരു പൊട്ടുസൂചിയോളം പോലും അറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള നിങ്ങളുടെ തിരിച്ചറിവ്, ആ തിരിച്ചറിവിൽ നിന്നാണ് ജ്ഞാനം തുടങ്ങുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സയന്റിസ്റ്റ് ആണ് ശരിക്കും ഏറ്റവും നല്ല ഫിലോസോഫർ ആയിരിക്കേണ്ടത്, ഏറ്റവും നല്ല ദൈവവിശ്വാസി ആയിരിക്കേണ്ടത്. കാരണം അയാളുടെ ആ ഒരു ഇല്ലായ്മയെ കുറിച്ച്, അയാളുടെ കുറവിനെ കുറിച്ച് അയാൾക്ക് നല്ല ബോധ്യമുണ്ടാവേണ്ടതാണ്. അപ്പൊ ഇത്തരം തിരിച്ചറിവുകളിലേക്ക് യൂറോപ്പ് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം മനുഷ്യൻ എന്നും ആത്മാന്വേഷണത്തിൽ ആണ്. ഏത് കാലത്തും മനുഷ്യൻ ആത്മാന്വേഷണത്തിലാണ്. മനുഷ്യനുണ്ടായ കാലം മുതലേ ആത്മാന്വേഷണത്തിലാണ്. ആ ആത്മാന്വേഷണത്തിൽ എത്തിപ്പെടാതെ ബുദ്ധിയുള്ള മനുഷ്യർക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് നാളുകൾ വരുന്നുണ്ട്, ഈ നിരീശ്വരവാദ നാളുകൾ വരുന്നുണ്ട്. നിരീശ്വരവാദികൾ എല്ലാവരും ശക്തമായിട്ട് ദൈവമില്ല എന്ന് പറയുന്നതല്ല, പലരും മതത്തോടുള്ള ദേഷ്യമാണ്. മതം എന്ന് പറയുന്നൊരു സംഗതി അത് പലപ്പോഴും ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്ങിനെ വെറുപ്പിച്ചു എന്ന് വരും. ഏത് മതമാണെങ്കിലും അതിനകത്തൊരു പെർസെന്റേജ് ഓഫ് മുതലെടുപ്പുണ്ട്. ഒരു മതം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദൈവത്തിലേക്ക് മനുഷ്യരെ നയിക്കേണ്ട ഒരു സംഗതിയാണ് മതം എന്ന് പറയുന്നത്. അതാണ് മതത്തിന്റെ ജോലി, നിങ്ങളെ ദൈവത്തിലേക്ക് നയിക്കുക. ദൈവം എന്ന് പറയുന്നത് ഉണ്മയാണ്, അതിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും മതം ചെയ്യുന്നത് ദൈവത്തെ അവർ തടവിലിട്ടിട്ട്, ഈ ദൈവം എന്ന് പറയുന്ന സാധനം എന്റെ കയ്യിലായിരിക്കുന്നത്, അതുകൊണ്ട് ഈ ദൈവത്തെ വേണമെങ്കിൽ നീ എന്റെ അടുത്ത് വന്ന് കുമ്പിട്ട് നിൽക്കണം. ദൈവം എന്റെ കയ്യിലായിരിക്കുന്നത്, ദൈവത്തെ തരണമെങ്കിൽ നീ എന്റെ അടുത്ത് കുമ്പിട്ട് നിൽക്കണം. അതിന് പിന്നെ ഫീസായിട്ടോ കാശായിട്ടോ അല്ലെങ്കിൽ സ്വാധീനമായിട്ടോ ഒക്കെ കയറിയിരുന്ന് മതം മനുഷ്യന്റെ തലയിൽ കയറി നിരങ്ങുന്ന ഒരു സംഭവം ഉണ്ടാവുന്നു എന്നുള്ളത് ഏത് മതത്തിലെയും വിഷയമാണ്. വ്യവസ്ഥാപിതമായിട്ടുള്ള ഏത് മതത്തിലും നിങ്ങൾക്ക് കണ്ടെത്താനാവും. അത് സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന മനുഷ്യനെ അത് വെറുപ്പിക്കും. അങ്ങനെയാണ് ആളുകൾ കമ്മ്യൂണിസ്റ്റിലേക്കും നിരീശ്വരവാദത്തിലേക്കും ഒക്കെ പോകുന്നത്. വാസ്തവത്തിൽ മനുഷ്യരെ നിരീശ്വരവാദത്തിലേക്കും കമ്മ്യൂണിസ്റ്റിലേക്കും പോകുന്നത് മനുഷ്യരോടുള്ള വെറുപ്പ് കൊണ്ടാണ്, ദൈവത്തോടുള്ള വെറുപ്പ് കൊണ്ടല്ല. അപ്പൊ ഒരു പ്രായത്തിന്റെ അപ്പുറത്തേക്ക് എത്തുമ്പോൾ മനുഷ്യർക്ക് മനസ്സിലാവും ഇത് വെറും ഷാഡോ ഫൈറ്റിംഗ് ആണ്. നമ്മളുടെ മുകളിൽ വെറുതെ ബലം പ്രയോഗിക്കാൻ ശ്രമിക്കും. പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ ആർക്കും ആരുടെ മേലെ ഒന്നും ചെയ്യാനൊന്നും പറ്റിയല്ല, ആർക്കും ആരെയും കൂടുതൽ സ്വാധീനിക്കാൻ പറ്റിയല്ല. മതങ്ങൾക്കൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നിങ്ങളെ തീയിലെറിയാൻ പറ്റുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു, നിങ്ങളെ 18 അടി അകലെ നിർത്താൻ പറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, 36 അടി അകലെ നിർത്താൻ പറ്റുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളൊക്കെ പോയി. ഇപ്പോൾ ഇസ്ലാമിക സമൂഹത്തിലൊഴികെ ബാക്കി എല്ലാ സമൂഹങ്ങളിലും തന്നെ മനുഷ്യർക്ക് ഫ്രീഡമായി, മതത്തിൽ നിന്ന് മോചനമായി. വേണമെങ്കിൽ മതം, വേണ്ടെങ്കിൽ മതം വേണ്ട എന്നുള്ള നിലയിലേക്ക് എല്ലായിടത്തും എത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു ചിന്ത വരുമ്പം സ്വാഭാവികമായിട്ടും മനുഷ്യർ ദൈവം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക്, ആത്മാവ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് സ്വയം അന്വേഷിച്ചെത്തും. അതായത് ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് തോട്ടാണത് ദൈവാന്വേഷണം എന്ന് പറയുന്നത്. അതാണ് ഹിന്ദുയിസം എന്നൊക്കെ പറയുന്നതാണ്. നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ കാണുന്ന ഹിന്ദുയിസം അല്ല, അത് ഹിന്ദുയിസം ഈസ് ബേസിക്കലി ആത്മാന്വേഷണം. അപ്പം ഈ ആത്മാന്വേഷണം എന്ന ഒരു സ്ഥലത്തേക്ക് ചിന്തിക്കുന്ന മനുഷ്യനെ എത്തിപ്പെടാതിരിക്കാൻ സാധിക്കില്ല. ഇപ്പൊ യൂറോപ്പിനെയൊക്കെ സംബന്ധിച്ച് മതത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു. അതിൽ നിന്ന് മതമില്ലായ്മയുടെ ഒരു വിരസതയിലേക്ക് എത്തി മനുഷ്യർക്ക് ജീവിതത്തിൽ ചില ഡിസിപ്ലിൻസും ചില കാര്യങ്ങളും ആവശ്യമാണെന്ന് മനുഷ്യർക്ക് ബോധപ്പെടുന്നു. കുഞ്ഞുങ്ങളില്ലാതാവുന്ന സാഹചര്യം ഉണ്ടാവുന്നു. മനുഷ്യൻ തന്നെ ഭൂമുഖത്ത് നിന്ന് എക്സ്റ്റിങ്യൂഷ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ആ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് വേറെ ചിലർ വന്ന് ധാരാളം നിങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ അവരുടെ രാജ്യം തന്നെ കീഴടക്കപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നു. കാരണം ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് മണ്ണല്ല, രാജ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്. അപ്പം അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുഞ്ഞുങ്ങളില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വേറെ ഏത് മനുഷ്യരാണോ ഉള്ളത് അവരാ പ്രദേശം കീഴടക്കുന്ന സാഹചര്യമാണ്. ഇത് വളരെ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കിയ ആളുകളാണ് മറുപക്ഷം. അതുകൊണ്ടാണ് ഈ മാതിരിയുള്ള ഈ അസൈലം സീക്കേഴ്സിനെയൊക്കെ പലരും പുഷ് ചെയ്ത് അവരോട് കയറ്റിവിടുന്നതാണ്. അവിടെ കടന്നു വരുന്ന അസൈലം സീക്കേഴ്സിൽ 10-ൽ 9 പേരും ആരെങ്കിലും ഉന്തിത്തല്ലേ അവിടെ കൊണ്ടാക്കുന്നവരെ. അങ്ങനെ എത്തുന്നവർക്ക് കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട്. അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് അതിനെ വിഴുങ്ങിക്കളയാന്നുള്ളതാണ് നമ്മുടെ കാര്യം നടക്കുന്ന സംഗതിയാണത്. അപ്പൊ ഈ മനുഷ്യർക്ക് തിരിച്ചു ചിന്തിക്കാതെ നിവൃത്തിയില്ല. തങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണ്ടേ? താൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് വേറൊരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള ബാധ്യതയില്ലേ? തന്നെ ഒരു അച്ഛനും അമ്മയും പോറ്റി വളർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെയെങ്കിലും 2 കുഞ്ഞിനെയെങ്കിലും 3 കുഞ്ഞുങ്ങളെയെങ്കിലും ഈ
ഭൂമിയിലെ പോറ്റി വളർത്തേണ്ട ബാധ്യത നമുക്കില്ലേ? ഇത്തരം ചിന്തകളിലേക്ക് മനുഷ്യർ ധാരാളമായിട്ട് തിരിച്ചു പോകുന്നുണ്ട് എന്നാണ്. ഇവിടെ മാത്രമല്ല, ലോകത്തിൽ അമേരിക്കയിലൊക്കെ വലിയ തോതിലായി കഴിഞ്ഞു. അമേരിക്കയിലൊക്കെ ഇപ്പം ഭർത്താവും ഭാര്യയും ജോലിക്ക് പോവേണ്ടതില്ല, സ്ത്രീകൾ വീട്ടിലിരുന്നാൽ മതി, പുരുഷന്മാർ ജോലി ചെയ്താൽ മതി, പിന്നെ കുഞ്ഞുങ്ങളെ നോക്കുന്നതിന് സർക്കാർ ശമ്പളം കൊടുക്കണം. അത്തരത്തിലൊക്കെയുള്ള ചിന്തകളിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. സ്ത്രീകളെ വളർത്തി പ്രസവിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഒരു സാലറി അവർക്ക് ലഭിക്കണം. ചെറിയ സാലറി ഒന്നുമല്ല, ഒരു ഉദ്യോഗത്തിന് പോയാൽ കിട്ടുന്ന ടൈപ്പ് സാലറി കിട്ടണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തുന്നു. അപ്പം അത്തരത്തിലൊക്കെ രാജ്യത്തിൽ മനുഷ്യരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം, രാജ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത് യൂറോപ്പിലും വരാതെ നിവൃത്തിയില്ല. കാരണം അവരെ കാലം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ആദ്യം അവർ ചെയ്യേണ്ടത് അസൈലം സീക്കേഴ്സ് എന്ന് പറയുന്ന മാർപ്പാപ്പമാർക്കൊക്കെ അവർക്ക് ക്രിസ്ത്യാനിറ്റിയെ പറയാൻ പറ്റും. അവർ പറയുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്, പക്ഷെ ഇതിനകത്ത് പ്രാക്ടിക്കൽ സെൻസ് ഉണ്ട്. പാമ്പിന് പാല് കൊടുത്താൽ അത് കടിക്കും. അത് പാമ്പാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ എടുത്ത് മടിയിൽ വെച്ച് പാല് കൊടുത്തിട്ട് അവസാനം കടി വാങ്ങിയിട്ട് പോകുന്നതിനകത്ത് കാര്യമില്ല. അതിന്റെ പേര് കോമൺ സെൻസ് എന്നാണ്. ആ കോമൺ സെൻസ് അവർക്ക് ഉണ്ടാവണം. അസൈലം സീക്കേഴ്സിനെ അവർ വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാറ്റഗറൈസ് ചെയ്യണം. ഒരു കാരണവശാലും അങ്ങനെയുള്ളവർക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കാൻ പാടില്ല. അവർക്ക് ഭക്ഷണമോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ബി സെഗ്രിഗേറ്റഡ് ഫ്രം ദ കോമൺ സൊസൈറ്റി. അവർക്ക് നേരെ നിൽക്കാറാകുമ്പോൾ അവരുടെ രാജ്യം നേരെയാകുമ്പോൾ അവർ തിരിച്ചു പോട്ടെ. സ്ത്രീയിൽ നിന്ന് വന്നവൻ സ്ത്രീയെ നോർമലാകുമ്പോൾ സ്ത്രീയിലേക്ക് തിരിച്ചു പോട്ടെ. അഫ്ഗാനിസ്ഥാനിൽ വന്നവൻ അഫ്ഗാൻ നോർമലാകുമ്പോൾ തിരിച്ചു പോട്ടെ. അതുവരെ അവൻ ഭക്ഷണവും അതുപോലുള്ള കാര്യങ്ങളും സ്വീകരിച്ച് വേറെ തന്നെ ജീവിക്കട്ടെ. അവനൊരിക്കലും ഒരു സിറ്റിസൺഷിപ്പ് ലഭിക്കാൻ പാടില്ല. അത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നതാണ് റൈറ്റ് വിങ് പോളിറ്റിക്സ്. അപ്പൊ ആ റൈറ്റ് വിങ് പോളിറ്റിക്സ് നിശ്ചയമായിട്ടോടെ വരും. കാരണം മനുഷ്യർ കോമൺ സെൻസ് ഉണ്ട്, അനുഭവങ്ങളിൽ നിന്ന് മനുഷ്യർ പഠിക്കും. എപ്പോഴും എല്ലാവരെയും ഒന്നും ചെയ്യാൻ അങ്ങനെ പൊട്ടന്മാരാക്കാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ പൊട്ടന്മാരാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അത് വെറുതെ അത് നടക്കാൻ. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ്, അഫ്ഗാനും പാകിസ്ഥാനൊക്കെ നോർമൽ ആകുമോ എന്നൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. അതൊക്കെ നോക്കട്ടെ. മറ്റൊരു ചോദ്യമാണ് ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത് ഡോക്ടർ ജോൺ ജോസ് മല്ലികശ്ശേരിയിലേക്ക് തന്നെയാണ്. ചോദ്യം ഇതാണ്, അതായത് മതനിരാസം വിരസതയിലേക്ക് മാറ്റി എന്ന് പറയുന്നു, വിരസതയുള്ളവരാക്കി മാറ്റി എന്ന് പറയുന്നു. ഈ മതനിരാസം തന്നെയാണോ അവിടെ നടക്കുന്ന? എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 46% ക്രിസ്ത്യൻ ഫെയ്ത്ത് കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവിടെ. ഏകദേശം അതേ ഒരു അളവിൽ തന്നെ ഏകദേശം 37 മുതൽ 46% തന്നെ അവിടെ നിരീശ്വരവാദികളുണ്ട്. 6% മുസ്ലിങ്ങൾ, പിന്നെ ബാക്കി ഒരു ന്യൂനപക്ഷ സമുദായങ്ങൾ അങ്ങനെയുണ്ട് അവിടെ. അപ്പോൾ ഈ ഒരു നിരീശ്വരവാദം ഏകദേശം ഒരു 37 മുതൽ 46% വരുന്ന നിരീശ്വരവാദികൾ തന്നെയാണോ ഒരുപക്ഷെ ഈ ഒരു വേറൊരു വിശ്വാസം, തീവ്രവാദ ചിന്താഗതി, പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദ ചിന്താഗതികളൊക്കെ നുഴഞ്ഞു കയറാൻ അനുവദിച്ചത് നമുക്ക് പറയാൻ സാധിക്കുമോ? അത് പൂർണ്ണമായിട്ടും അങ്ങനെ നമുക്ക് പറയാനാവില്ല. ഇത് പിന്നെ ലിബറൽ തോട്ട്സ്, ലേബർ പാർട്ടിയുടെ കാര്യം നമ്മൾ സൂചിപ്പിച്ചു. ലിബറൽ തോട്ട്സ് ഒരു പരിധിവരെ ക്രിസ്ത്യാനിറ്റി ഉള്ളിലുണ്ട്. പക്ഷേ ക്രിസ്ത്യൻ കൾച്ചർ ഉണ്ട്, മതമില്ലെന്നേ ഉള്ളൂ, ക്രിസ്ത്യൻ കൾച്ചർ ഉണ്ട്. ക്രിസ്ത്യൻ കൾച്ചർ ഉള്ളിടത്ത് ഈവൻ കമ്മ്യൂണിസം ഇസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി. ദൈവത്തെ ഒഴിവാക്കിയ ക്രിസ്ത്യാനിറ്റിയാണ് കമ്മ്യൂണിസം. കാൾ മാർക്സ് പിന്നെ വൈദിക പട്ടം പഠിക്കാൻ പോയാളാന്ന് നമുക്കറിയാം. അതേ ക്രിസ്ത്യാനിറ്റി പഠിച്ചിട്ട് ക്രിസ്ത്യാനിറ്റി പ്രിൻസിപ്പിൾസ് ആണ് ഈ കമ്മ്യൂണിസ്റ്റിനായിട്ട് ഉൾച്ചേർത്തത്. അതിന് നിങ്ങൾ ദൈവത്തെ എടുത്തു കളഞ്ഞു. അപ്പം പിന്നെ സ്വത്ത് അമാസ് ചെയ്യുക, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അമാസ് ചെയ്യുക എന്ന് പറഞ്ഞ കാര്യം നടക്കും, പക്ഷെ ഡിവൈഡ് ചെയ്യണ ദൈവം വേണം. ആ ഡിവൈഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് അമാസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഡിവൈഡ് ചെയ്യുന്നത് ദർ ഷുഡ് ബി ഗോഡ്. ആ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവണം. അതില്ലാതെ പോയത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലടക്കം കമ്മ്യൂണിസം എന്ന് പറയുന്ന കാര്യം കൈകാര്യം ചെയ്യുന്നത് അവർ വാരിക്കൂട്ടുകയും വേറെ ആർക്കും ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യും. കഞ്ഞിയില്ലാത്തവന്റെ പേരിന്റെ അധികാരത്തിലെത്തും, പക്ഷെ അധികാരത്തിലെത്തുമ്പോൾ കഞ്ഞിയില്ലാത്തവന്റെ കാര്യം വിടും, കിട്ടുന്ന കഞ്ഞി മുഴുവൻ നടന്നാൻ കുടിക്കും. അപ്പൊ അതൊരു സ്ഥിതി ഇത് ഇന്ത്യയിൽ മാത്രമേ ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. യു ക്യാൻ റീഡ് ടെക്സ്റ്റ്. അപ്പം ഈ പലപ്പോഴും ഈ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ 40% ആളുകൾ എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിൽപ്പെടുന്ന ആളുകളാണ്. അതും തന്നെ എന്റെ ഒരു ഒബ്സർവേഷൻ അനുസരിച്ച് ലിറ്ററേച്ചർ പോലുള്ള മേഖലകളിൽ കൂടുതൽ പഠിച്ചിട്ടുള്ള ആളുകൾക്കാണ് പലപ്പോഴും നിരീശ്വരവാദത്തോട് കൂടുതൽ താല്പര്യം തോന്നിയിട്ടുള്ളത്. സയൻസ് പഠിക്കുന്ന ആളുകൾക്ക് നിരീശ്വരവാദം കുറവാണെന്നാണ് എന്റെ ഒരു ഒബ്സർവേഷൻ. കാരണം ഈ ലിറ്ററേച്ചർ പോലെയുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ആളുകൾ ഭൂരിഭാഗം പേരും വിചാരിക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ സയൻസസ് പഠിക്കുന്ന ആളുകൾ ഭൂരിഭാഗം പേരും വിചാരിക്കുന്നത് ഈ സയന്റിസ്റ്റുകൾക്കെല്ലാം അറിയാമെന്നുള്ളതാണ്. അതായത് ലോകത്തിൽ ഇനി ഒന്നും കണ്ടുപിടിക്കാനില്ല, ഇവരെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഇവര് പിന്നെ മനുഷ്യൻ ചന്ദ്രനിലെത്തി, ചൊവ്വയിലെത്തി എന്നൊക്കെ പറയുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ പറയും. അത് സയൻസ് പഠിച്ച ആൾക്കറിയാം. ചന്ദ്രൻ എന്നൊക്കെ പറയുന്നത് ഭൂമിയോട് എത്രയോ അടുത്ത് നിൽക്കുന്ന ഒരു സാധനമാണ്. ചൊവ്വ എന്നും പറയുന്നതൊക്കെ ഭൂമിയോട് വളരെ അടുത്തുള്ള സ്ഥലമാണ്. അപ്പൊ അത് നമ്മള് പത്രക്കാരൊക്കെ എഴുതും, അങ്ങനെ നീട്ടി വലിച്ച് എഴുതും. പക്ഷെ പ്രപഞ്ചം എന്ന് പറയുന്ന ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത എക്സ്പാൻസ് ഉള്ള ഒരു സംഗതിയിലെ വളരെ ചെറിയ ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് എസ് കെ പൊറ്റക്കാടിന്റെ നോവലിൽ പറയുന്ന അവിടെ കൃഷ്ണനായർ ശ്രീധരനാണെന്നു, ശ്രീധരന്റെ അച്ഛൻ അദ്ദേഹത്തെ ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ട്.
ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിച്ചിട്ടുള്ള മണ്ണിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെറുക്കി മാറ്റി വെച്ച് മനുഷ്യൻ ചില കളികൾ കളിക്കുന്നുണ്ട്. ആ കളികൾ കളിച്ചതല്ലാതെ പുതിയതായി ഒരു സാധനം ഉണ്ടാക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും ഒരു കാലത്തും സാധിച്ചിട്ടില്ല എന്ന് എസ്.കെ. പൊറ്റക്കാടിന്റെ ദേശത്തിന്റെ കഥയിൽ പറയുന്നത് വളരെ കറക്റ്റായിട്ട് ഒബ്സർവേഷനാണ്. നമ്മളുടെ മുൻപിൽ കിട്ടിയ സാധനം കൊണ്ട് നമ്മൾ ചില കളികൾ കളിച്ചു. നമുക്കൂടെ കറണ്ട് ഉണ്ടായി, നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടായി, കമ്പ്യൂട്ടർ ഉണ്ടായി. ഇതിന്റെ അർത്ഥം നമ്മളുടെ പ്രപഞ്ചത്തെ കീഴടക്കിയെന്നല്ല. നമ്മൾ പ്രപഞ്ചത്തിൽ നമ്മുടെ മുൻപിൽ വന്ന ചില കാര്യങ്ങളെ മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ച് അവനെ സ്യൂട്ടബിൾ ആക്കി എടുത്തു എന്നുള്ളതാണ്. അപ്പൊ അത് പഠിച്ച ചില ആളുകൾ എങ്ങനെ വിചാരിക്കുന്നു, ഇത്രയൊക്കെ അറിയാമെങ്കിൽ എന്ത് ദൈവം എന്ന് ചിന്തിക്കുന്ന ഒരു ലെവലിലേക്ക് പോകും. ആണ് ഇതിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ലേബർ പാർട്ടിയിലുള്ള ആളുകള് അവരുടെ ഉള്ളിലും ഈ മാഗ്നാനിമിറ്റി, ക്രിസ്ത്യാനിറ്റിയുടെ മാഗ്നാനിമിറ്റി ഉണ്ട്. ആ മാഗ്നാനിമിറ്റി ഉപയോഗിച്ച് അവർ ഈ അസൈലം സീക്കേഴ്സിനോട് ദയവ് കാണിക്കുന്നു. അത് ഒരുപക്ഷെ ചില പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റുകളും ഉണ്ടാവും. കാരണം അസൈലം സീക്കേഴ്സ് ഇവിടെ വന്ന് അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് വോട്ട് ചെയ്യും. അവർ പിന്നീട് സിറ്റിസൺസ് ആവും. അപ്പൊ അവർ വോട്ട് ചെയ്യും. ഇത് ഓസ്ട്രേലിയയിലൊക്കെയുള്ള പ്രശ്നമുണ്ട്, ഇവിടെ മാത്രമല്ല, ഓസ്ട്രേലിയയിലൊക്കെ ഈ വിഷയമുണ്ട്. അപ്പൊ അങ്ങനെ ഇവരെ ഭാവിയിലെ തങ്ങളുടെ വോട്ട് ബാങ്കായി കണ്ടുകൊണ്ട്, കാരണം അങ്ങനെ തത്വദീക്ഷയില്ലാത്ത ചില പ്രവൃത്തികൾ കേരളത്തിലൊക്കെ ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ബംഗാളികളായിട്ടുള്ള ആളുകൾ ഇവിടെ പെരുമാവൂരൊക്കെ വന്ന് കിടക്കുന്ന സമയത്ത് അവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് അവർക്ക് പേര് ചേർക്കാൻ ശ്രമിച്ചതാരാണെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അത് ലോകത്തെ എല്ലായിടത്തും ഈ കൂട്ടരാണ് ഈ പണി ചെയ്യുന്നത്. തനിക്ക് വോട്ട് കിട്ടാൻ എന്ന് താൻ പരിപാടിയും ചെയ്യാം. അത് അമ്മയെ വിരിട്ടാണെങ്കിൽ കാര്യം നടത്താം എന്ന് ചിന്തിക്കുന്ന, സ്വന്തം രാജ്യത്തെ വിരിട്ടാണെങ്കിൽ കാര്യം നടത്താം എന്ന് ചിന്തിക്കുന്ന ലോകത്തിൽ എവിടെയാണ് അങ്ങനെയാണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അല്ലാതെ അവർക്ക് ഇസ്ലാമിനോട് പ്രത്യേകിച്ച് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല, നാളെ കിട്ടാൻ പോകുന്ന വോട്ടിനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. ശ്രീ ഡോക്ടർ അഭിലാഷ് ജി രമേശിലേക്ക് നമുക്കറിയാവുന്നതുപോലെ UK നടക്കുന്ന ഈ ഒരു സംഘർഷാവസ്ഥ ഇത് വിദേശ ശക്തികൾ, പ്രത്യേകിച്ച് ബില്യണയർ ഭീമൻ എലൻ മസ്ക് പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ജോർജ് സോറോസ് മുതലായ ആളുകളുടെ ഒരു ഇടപെടൽ ഇതിന്റെ പിൻഭാഗത്തുണ്ടോ എന്ന് സംശയിക്കേണ്ടിയില്ലേ? അതോടൊപ്പം ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ, കഴിഞ്ഞ 2-3 ആഴ്ചക്കുള്ളിൽ റിഫോം പാർട്ടിയുടെ നേതാവായിരിക്കുന്ന ടോമി റോബിൻസൺ പറഞ്ഞൊരു വാചകമാണ്, ഞാൻ പ്രധാനമന്ത്രിയാകുന്നെങ്കിൽ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകുന്നെങ്കിൽ ഇവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം ഡീപ്പോർട്ട് ചെയ്യുമെന്നുള്ളൊരു പരാമർശം നടത്തുകയുണ്ടായി. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ എത്രത്തോളം സ്വീകാര്യതയായിരിക്കാം വിദേശത്തു നിന്നുള്ള ശക്തികൾ, പ്രത്യേകിച്ച് എലൻ മസ്ക്, ജോർജ് സോറോസ് അതുപോലെയുള്ള ശക്തികൾ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ടായിരിക്കും? ഈ കഴിഞ്ഞ 2 ദിവസത്തിന് മുൻപ് തന്നെ ഇലോൺ മസ്കിന്റെ ട്വീറ്റിലൊക്കെ ഈ പറയുന്ന അയർലൻഡ് വിഷയമൊക്കെ വളരെ സജീവമായിട്ട് വരികയുണ്ടായി. അപ്പൊ അദ്ദേഹമൊക്കെ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുമ്പോൾ കോടിക്കണക്കിന് ആളുകളാണ് അഭിപ്രായത്തോട് ഒത്തുചേരുകയോ അല്ലെങ്കിൽ അതിനെ റീട്വീറ്റ് ചെയ്യുകയോ ചെയ്തത്. കാരണം അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും വളരെ വലിയ രീതിയിലാണ് സ്വീകരിക്കപ്പെടുന്നത്. അപ്പൊ അത് പൊതുമനസ്സിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇപ്പം ടിം റോബിൻസൺ പറഞ്ഞ പോലെ മുസ്ലിങ്ങളെ ഡീപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്ന ഭാഗത്തിനോട് പിന്തുണ കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ഏതുതരം മുസ്ലിങ്ങളെ, ഏതുതരം വ്യക്തികളെ ഡീപ്പോർട്ട് ചെയ്യുമെന്ന കാര്യത്തിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ മുസ്ലിം അവരവൽക്കരണത്തിനെതിരെ ഉള്ള ഒരു സ്റ്റെപ്പായിട്ട് മാറും എന്നുള്ളത് നമുക്കിവിടെ പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇപ്പം ഗ്ലോബലിസ്റ്റുകളായിട്ടുള്ള പല ആളുകളുമുണ്ട്. ഇവരൊക്കെ പിന്നെ ജോർജ് സോറോസിന്റെ അല്ലെങ്കിൽ ഓപ്പൺ ഫൗണ്ടേഷൻ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇവരെല്ലാം തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളെ പൊളിറ്റിസൈസ് ചെയ്തുകൊണ്ട് അതിന്റെ വ്യാപാര സാധ്യതകളെ തേടുന്ന ആളുകൾ കൂടിയാണ്. സോ അപ്പം അത് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട ഭാഗമാണ് ഇവിടെ. അപ്പൊ ഇലക്ഷൻ ഔട്ട്കംസിൽ ഇപ്പം ടിം റോബിൻസന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റ് ഇലക്ഷൻ പ്രചരണത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു എൻ ബ്ലോക്ക് സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ട് നമുക്ക് കാണാം. പിന്നെ മുസ്ലിങ്ങളെ ഡീപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് തരം മുസ്ലിങ്ങളാണെന്നുള്ള ചോദ്യമാണ് അവിടെ വരുന്നത്. ഏത് രാജ്യത്തു നിന്നുള്ളവർ, ഏത് സ്വഭാവമുള്ളവർ, ഏത് പശ്ചാത്തലമുള്ളവർ, ക്രിമിനൽസ് ആണോ അല്ലാത്തവരാണ്. അപ്പൊ നമുക്കൊരു എൻ ബ്ലോക്ക് ആയിട്ട് അത്തരത്തിലൊരു ഡിസിഷൻ എടുക്കാൻ ഒരു രാജ്യത്തിനും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതോടൊപ്പം എനിക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു എയ്ത്തിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് എനിക്ക് ചേർക്കാനുണ്ട്. അതായത് ഇപ്പോൾ എന്റെ ഒരു സുഹൃത്തുണ്ട്, ഡോക്ടർ CT മാത്യൂസ്. അദ്ദേഹം ഒരു ആത്മീയതയിൽ വിശ്വസിക്കുന്ന ആളും അതോടൊപ്പം തന്നെ ഫിസിക്സിലെ ഒരു പ്രൊഫസറുമാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എനിക്ക് അതിനോടൊന്ന് ചേർത്ത് വെക്കാൻ അങ്ങയുടെ അനുമതി ഉണ്ടെങ്കിൽ. അതായത് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടം ഫിസിക്സിന്റെ അങ്ങേയറ്റം ഈശ്വരീയതയും ഈശ്വരീയതയുടെ അങ്ങേയറ്റം ക്വാണ്ടം ഫിസിക്സിന്റെ ഒരു അനന്തതയും നിൽക്കുന്നു എന്നാണ്. അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ വളരെ ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ പഠിക്കുന്ന മനുഷ്യർ ഈശ്വരനെ നിന്ദിക്കുന്നുമില്ല, മതത്തെ വെറുക്കുന്നുമില്ല, പകരം അവരതിന്റെ സാധ്യതകളിൽ കൂടി മനുഷ്യ സ്നേഹത്തിലേക്കാണ് നടന്നു പോകുന്നതെന്ന് ഉള്ള ഒരു വസ്തുത കൂടി ഇവിടെ ചേർക്കുന്നു. അപ്പം ഇനി കമ്മിങ് ബാക്ക് ടു ദ മൂഡ് പോയിന്റ്, ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പം ഇലക്ഷൻ സമയത്ത് പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ അത് സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെന്റുകളായിരിക്കാം. അത്തരം സ്റ്റേറ്റ്മെന്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള xenophobic അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇമിഗ്രൻസിനെതിരായിട്ട് നിൽക്കുന്ന മനസ്സുള്ള എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുവാനും അതൊരു കൺസോൾട്ടേഷനിലേക്ക് എത്തിക്കാനും ഉള്ള ഒരു പൊളിറ്റിക്കൽ ടാക്ടിക്കാണ്. അപ്പൊ ടെക്നിക്കലി അത്തരത്തിൽ എല്ലാവരെയും ഡീപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം ഒരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല. പകരം
ഇമിഗ്രേഷന്റെ നയങ്ങളിൽ പൊളിച്ചെടുത്ത് നടത്താൻ പറ്റും. അതുപോലെ തന്നെ ഡീപ്പോർട്ടേഷൻ ഓഫ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളെ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ സ്വിഫ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് പ്രായോഗികമായിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോൾ ഇദ്ദേഹത്തിന്റെയൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇലക്ഷന് വേണ്ടിയുള്ള ഒരു കൺസോൾട്ടേഷൻ എഫേർട്ടായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. പിന്നെ മസ്കിന്റെ കാര്യം പറയും, ഇലോൺ മസ്കിന്റെയൊക്കെ ഒരു സപ്പോർട്ട് ഒരു രാഷ്ട്രീയ കക്ഷിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ ലഭിക്കുകയാണെങ്കിൽ ആംപ്ലിഫൈഡ് ആണ്, ഒരുപാട് ആംപ്ലിഫൈഡ് ആയിട്ട് ഒരുപാട് ചർച്ചകൾക്ക് വിധേയമാവുകയും ആ ചർച്ചകൾ പിന്നീട് വോട്ടായിട്ട് മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പൊ ഒരു ഇലക്ഷൻ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കാറ്റലിസ്റ്റ് ആണ് ഇലോൺ മസ്കിനെ പോലെയുള്ള വ്യക്തികൾ എന്നുള്ളത് ഈ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിൽ നമുക്ക് അത്തരം ഡെവലപ്മെന്റ്സ് കൂടി പൊളിറ്റിക്സിനകത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. ഇതോടൊപ്പം ചോദിക്കുകയാണ് ശ്രീ ഡോക്ടർ അഭിലാഷ് ജി രമേശ്, ഇനി ഒരു പക്ഷേ റിഫോം പാർട്ടി അധികാരത്തിൽ വരുമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം റിഫോം പാർട്ടി അല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടി അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പക്ഷമായിരിക്കാൻ വരാൻ സാധ്യതയുള്ള നമുക്ക് ഫോർകാസ്റ്റ് അനുസരിച്ച് ചിന്തിക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഇതിന്റെ പരിണിത ഫലം എന്തായിരിക്കും ഇന്ത്യക്കാർക്ക്, അതുപോലെ തന്നെ മറ്റുള്ള വിദേശികൾക്കുള്ള പരിണിത ഫലങ്ങൾ എന്തായിരിക്കും? ജോലി സാധ്യത, പഠനം, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ജോലി സാധ്യതയുടെ പഠനത്തിനെ സംബന്ധിച്ച് കുഴപ്പങ്ങൾ വരില്ല. കാര്യം എന്താ വെച്ചാൽ പഠനം എന്ന് പറയുന്നത് ബില്യൺസ് ഓഫ് പൗണ്ടോ യൂറോയോ ഒക്കെ വരുന്ന ഒരു വലിയ വ്യവസായമാണ്. അതിനെ ചുറ്റിപ്പറ്റി അനവധി വ്യവസായങ്ങളും അനവധി ഇൻഡസ്ട്രീസും ഒക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. സോ അപ്പം പ്രത്യേകിച്ചും ഇന്ത്യൻ ചൈനീസ് വിദ്യാർത്ഥികൾ ആണല്ലോ ഏറ്റവും കൂടുതൽ ചെല്ലുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പഠിക്കുവാനായിട്ട്. അപ്പം അവർക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ഫേക്കായിട്ടുള്ള രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ഫേക്ക് യൂണിവേഴ്സിറ്റികളിൽ ചെന്നിട്ട് പൗരത്വം നേടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള തടയുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററി കോൺഫ്ലിക്ട്സ് നടക്കുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വംശീയത നടക്കുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ തീവ്ര ഇസ്ലാം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഇനി അവർ വരികയാണെന്നുണ്ടെങ്കിൽ പഴയതുപോലെ എളുപ്പത്തിൽ പ്രവേശിക്കാൻ സാധ്യമാവില്ല. അതോടൊപ്പം തന്നെ ഇല്ലീഗലായിട്ടുള്ള എൻട്രികളെ റെഗുലറൈസ് ചെയ്യുന്ന ഒരു സംവിധാനവും ഇല്ലാതാവാനുള്ള സാധ്യതയുണ്ട്. കാരണം പൊളിറ്റിക്കൽ പ്രോമിസസ് മാത്രമല്ല ഇതൊന്നും. ഒരു റൈറ്റ് വിംഗ് പാർട്ടിയെ സംബന്ധിച്ച് കുടിയേറ്റം സംബന്ധിച്ചുള്ള നയം അല്ലെങ്കിൽ വംശീയത സംബന്ധിച്ചുള്ള നയം അവരുടെ പൊളിറ്റിക്കൽ പ്രോമിസുകളിൽ ഏറ്റവും ഫണ്ടമെന്റലാണ്. അപ്പൊ ആ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആശയത്തിൽ അവർ എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നുള്ളത് അവരുടെ അണികളെ സംപ്രീതിപ്പെടുത്താനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഷറാണ്. സോ അപ്പം ഈ രീതിയിലൊക്കെ നമുക്ക് ഇതിനെ കാണാം. പക്ഷേ ഈ പറയുന്നത് പോലെ നല്ല പ്രവാസികൾ, അതായത് ആ സമൂഹമായിട്ട് ചേർന്ന് നിൽക്കുന്ന, ആ സമൂഹത്തിന് ഗുണപരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള കുഴപ്പവും ഉണ്ടാവില്ല. കാരണം നേരത്തെ ജോൺ സാറ് പറഞ്ഞ പോലെ ഒരു യൂറോപ്പിൽ ഒരു ക്രിസ്ത്യൻ കൾച്ചർ ഉണ്ട്. ആ കൾച്ചറിന്റെ ഒരു സ്പെസിഫിക് ക്വാളിറ്റി അല്ലെങ്കിൽ അസിമിലേഷന് വേണ്ടിയുള്ള ഒരു സ്പേസ് കൊടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആ രാജ്യത്തിന്റെ ഗുണങ്ങളോ ആ രാജ്യത്തിന്റെ ക്വാളിറ്റിയോ മനസ്സിലാക്കി ആ രാജ്യത്തിന്റെ മൂല്യങ്ങളെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ആ സമൂഹത്തിന്റെ ഭാഗമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർക്ക് കുഴപ്പങ്ങൾ ഏത് ഗവൺമെന്റ് വന്നാലും ഉണ്ടാവില്ല. പക്ഷെ മറ്റുള്ളവർക്ക് നിസ്സംശയം പ്രശ്നങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. കാരണം അത് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത്തരം നടപടികൾ എടുക്കേണ്ട കാലം പോലും അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഓക്കെ, തീർച്ചയായിട്ടും ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരിയിലേക്ക്. ഈ ലേബർ പാർട്ടിയുടെ തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് അഭയാർത്ഥികൾക്കായിട്ടുള്ള ആനുകൂല്യങ്ങൾ, ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കേണ്ടി വരും, നമ്മൾ സാധാരണ ഒരു ബ്രിട്ടീഷ് പൗരനേക്കാളും കൂടുതൽ ആനുകൂല്യങ്ങൾ ഒരുപക്ഷെ ഈ അഭയാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് വേണം കരുതാൻ തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും ഇനി മറ്റൊരു പാർട്ടി അധികാരത്തിൽ വരുമെങ്കിൽ അത് ഇല്ലാതാക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത് അഭയാർത്ഥികളുടെ കാര്യമാണ് പറയുന്നെങ്കിലും അവിടെ വർഷങ്ങളായിട്ട് തന്നെ ജോലി ചെയ്തു വരുന്ന, അതുപോലെ തന്നെ പഠനത്തിന് പോയി പഠിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ അവിടെയുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് സിറ്റിസൺ ആയിട്ടുള്ള ജോലി ചെയ്ത വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെ എത്രത്തോളം ബാധിക്കാൻ സാധ്യതയുണ്ട്? കാരണം നമുക്ക് അമേരിക്കയുടെ നയം എടുത്തു നോക്കുകയാണെങ്കിൽ ട്രംപ് അധികാരത്തിൽ കയറിയതിനു ശേഷം ICയുടെ ഒരു നിലപാട് അനുസരിച്ച് അവിടെയുള്ള മുമ്പ് അവിടെ താമസിച്ച ആളുകളെ അടക്കം ഡീപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു കാര്യങ്ങൾക്ക് എത്തുന്ന ഒരവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം സ്വാധീനിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ, പ്രത്യേകിച്ച് മലയാളികൾ എത്രത്തോളം സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് സാർ? അത് ഡോക്ടർ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെയാണ്. ഞാൻ വിചാരിക്കുന്നില്ല മലയാളികൾക്കോ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കോ ഒന്നും ഗൗരവതരമായ ബുദ്ധിമുട്ടുകൾ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം സംസ്കാരങ്ങൾ തമ്മിൽ ചേരുന്ന ഒരു വിഷയമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന മലയാളികളിൽ നല്ലൊരു ശതമാനം ആളുകൾ ക്രിസ്ത്യാനികളാണ്. പിന്നീടുള്ളത് ഹൈന്ദവരാണ്. ക്രിസ്ത്യാനികളും ഹൈന്ദവരും തമ്മിൽ കൾച്ചറിൽ ഒരു വ്യത്യാസമില്ല. ക്രിസ്ത്യൻ കൾച്ചറും ഹിന്ദു കൾച്ചറും ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതിൽ ഡിഫറെന്റ് ആയിട്ട് വരുന്നത് ഇസ്ലാമിക് കൾച്ചറാണ്. അപ്പം ഇന്ത്യയിൽ നിന്ന് പോകുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോകുന്ന യൂറോപ്പിലേക്ക് പോകുന്ന മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്ന കാറ്റഗറി കുറവാണ്. അവർ മുസ്ലിങ്ങൾ മാത്രമാണ്.
ഈ മതപരമായ പ്രശ്നം ഉണ്ടാക്കുന്ന ആള് ഇസ്ലാമിസ്റ്റുകളാണ്. അതായത് ഈ അവരുടെ മതപരമായ നിയമം അനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളാണ്. എനിക്കറിയാം ധാരാളം ആളുകൾ യൂറോപ്പിൽ പോയിട്ടുള്ള ഇവിടുത്തെ മുസ്ലിങ്ങളുണ്ട്. അവരൊക്കെ സാധാരണ മനുഷ്യരാണ്, സാധാരണ മുസ്ലിങ്ങളാണ്. അവരാരുടെയെങ്കിലും മുതൽ പുതു കയറാൻ പോകുന്നവരല്ല. അങ്ങനെയുള്ളവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യത. പക്ഷെ മുസ്ലിം നൈം ചിലപ്പോൾ കുറച്ചു കാലത്തേക്ക് ഒരു പ്രയാസം ഉണ്ടാക്കിയേക്കും. കാരണം ഇവര് ഈ ആന്റി മുസ്ലിം സ്ലോഗനുമായിട്ടാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരിക്കാം. സാധാരണ ഇന്ത്യക്കാരോട് പോകുന്നത് നമ്മളെ കൊണ്ട് ആവശ്യമുള്ളതുകൊണ്ടാണ്. വെറുതെ അല്ലല്ലോ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഹെൽത്ത് വർക്കേഴ്സ് ഒക്കെ ആയിട്ടാണ് കേരളത്തിൽ നിന്ന് കൂടുതൽ ആളുകൾ പോകുന്നത്. ഹെൽത്ത് വർക്കേഴ്സിന്റെ ഫീൽഡിൽ നിന്ന് ഇന്ത്യക്കാരെ ഓടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മലയാളികൾ ഓടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വൃദ്ധന്മാരെ ആര് നോക്കും? അവിടുത്തെ ഹോസ്പിറ്റലിൽ ആര് നേഴ്സായിട്ട് നിൽക്കും? അങ്ങനെ ഓടിക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ ട്രംപ് ആദ്യം ഒരു ഷോയ്ക്ക് കുറെ പേരെ കാലം ചങ്ങലയാക്കിയിട്ട് ഓടിച്ചു. അത് കഴിഞ്ഞ് എന്താ ഓടിക്കാത്തത്? അവരുടെ ആളുകളുടെ ഇടയിൽ നിന്നും തന്നെ വലിയ എതിർപ്പുണ്ടായി. കാരണം മെക്സിക്കൻസ് ആണ് അവരുടെ നാട്ടിൽ മിക്കവാറും വീടുകൾ അടുക്കളപ്പണി എടുക്കുന്നത്. ഈ മെക്സിക്കൻസിനെ ഓടിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുക്കളകൾ വർക്ക് ചെയ്യാത്ത സാഹചര്യം വരും. അപ്പൊ അങ്ങനെ ഈ ഇമിഗ്രേറ്റ്സ് അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾ മുഴുവൻ ശത്രുക്കളായിട്ട് കാണാൻ കോമൺ സെൻസ് ഉള്ള ഒരാൾക്കും സാധിക്കില്ല. നമ്മളിപ്പോ കേരളത്തിൽ കണ്ടില്ലേ, വോട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞ് ബംഗാളികള് പിന്നെ അതുപോലെ ജാർഖണ്ഡിലുള്ള ആളുകൾ എല്ലാവരും കൂടി കേരളം തിരിച്ചുപോയി. രണ്ടു മാസത്തേക്ക് കേരളം സ്റ്റാൻഡ് സ്റ്റിൽ ആയിപ്പോയില്ലേ, അനക്കാതായിപ്പോയില്ലേ. എന്റെ ഒരു തോട്ടത്തിനകത്ത് കാട് തെളിക്കാതെ നടക്കാം. 2 മാസമായിട്ട് ഞാൻ കിടന്ന് ബഹളം കൂടിക്കൊണ്ടിരിക്കുക. ആളെ കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് അവരില്ലാതെ നമ്മളെ കിട്ടും പറ്റില്ല. അപ്പൊ നമ്മൾ കിടന്ന് ബഹളം കൂടിയിട്ട് കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ പല ആളുകളും പറയുന്നത് യുവമാരെല്ലാം അനധികൃതമാണ്, ഇങ്ങനെയാണ് തല്ലിക്കൊണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നടപ്പുള്ള കാര്യമല്ല. അപ്പൊ അതേ കാര്യമാണ് ബ്രിട്ടനെ സംബന്ധിച്ചും. അവരുടെ അവിടെ എത്തിപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ അവർക്ക് ആവശ്യമുള്ള ആളുകളാണ്. അപ്പൊ അതിനകത്തുനിന്ന് ഈ വിഷവിത്തുകളെ തിരഞ്ഞു പെറുക്കിയെടുത്ത് പുറത്താക്കുക എന്നുള്ളത് ആ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ്. ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അങ്ങനെ എല്ലായിടത്തും ഉപയോഗിക്കാനുള്ള ഡോണ്ട് കാസ്റ്റ് യുവർ പേൾ ബിഫോർ പിഗ്സ് എന്ന് ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. പന്നിയുടെ മുമ്പിലും മുത്ത് വിതറരുത്. മുത്ത് എന്നുള്ളത് അത് പ്രഷ്യസ് ആയിട്ടുള്ള സാധനമാണ്. അതെടുത്ത് കണ്ടവരെല്ലാം വിളമ്പാനുള്ള സാധനമാണ്. അതുകൊണ്ട് മാഗ്നാനിമിറ്റി എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ മാഗ്നാനിമിറ്റി എന്ന് പറയുന്നത് എല്ലാവരും എടുത്ത് വിളമ്പാനുള്ളതല്ല. നിങ്ങൾ ഏത് പാത്രത്തിലാണ് വിളമ്പുന്നത് നോക്കിയിട്ട് തന്നെ വിളമ്പണം. അത് ക്രൈസ്റ്റിന്റെ തന്നെ അഡ്വൈസ് ആണ്. ഡോണ്ട് കാസ്റ്റ് യുവർ പേൾസ് ബിഫോർ പിഗ്. പന്നിയുടെ മുൻപിൽ അത് മുത്തെറിയരുത്. അത് ചവിട്ടിക്കൂട്ടിയ ശേഷം ആ പന്നി നിങ്ങളെ തിരിച്ചാക്രമിക്കും എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു തിരിച്ചറിവില്ലാത്ത രീതിയിൽ ലേബർ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ, അല്ലെങ്കിൽ ജർമ്മനിയിൽ ഉണ്ടായ, ഫ്രാൻസിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഫ്രാൻസിൽ അവര് കാര്യം പറഞ്ഞാൽ മുസ്ലിംസിന്റെ പെർസെന്റേജ് 20% കൂടുതലാണെങ്കിൽ കൂടിയും ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഉണ്ടാക്കുന്നത് പോലത്തെ ഒരു പ്രശ്നം ഫ്രാൻസിൽ ഉണ്ടാവില്ല. കാരണം ഫ്രാൻസിലെ ഇമിഗ്രൻസ് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ബാംഗ്ലാദേശിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ പോയവരല്ല. അവർ കൂടുതൽ ആഫ്രിക്കൻസ് ആണ്. അത് ആഫ്രിക്കയിലെ ഫ്രഞ്ച് കോളനികളിൽ നിന്ന് അവിടെ എത്തിച്ച ആളുകളാണ്. അവർക്ക് ഫ്രഞ്ചുകാരുടെ രീതി അറിയാം. അതുകൊണ്ട് തന്നെ അവർ ഒരു പരിധി വരെ ഫ്രഞ്ചുകാരുടെ രീതിക്ക് അനുസരിച്ച് നിൽക്കുന്നുണ്ട്. ചില ആളുകൾ ഓഫ്കോഴ്സ് ടെററിസവുമായിട്ട് ബന്ധപ്പെട്ട് നൈജീരിയയിൽ നിന്നും സുഡാനിൽ നിന്നും ചില ആളുകൾ അവിടെ ബഹളം ഉണ്ടാക്കുന്നത് ശരിയാണ്. പക്ഷെ അവിടെ മുസ്ലിങ്ങളുടെ പെർസെന്റേജ് 20% ആയിരിക്കുമ്പോൾ ഉണ്ടാവുന്ന മുസ്ലിം കുറ്റകൃത്യങ്ങൾ ഈ ബ്രിട്ടനിലോ ജർമ്മനിയിലോ ഈവൻ ഇറ്റലിയിലോ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളെക്കാൾ കൂടുതലാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിന് കാരണം എവിടെയും ശ്രദ്ധിക്കാതെ വഴിയെ പോയവരെയൊക്കെ പിടിച്ച് വീട്ടിൽ കയറ്റിയതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ആരെയും പിടിച്ച് വീട്ടിൽ കയറ്റാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ടോമി റോബിൻസിനെ പോലത്തെ ആളുകൾ അധികാരത്തിൽ വന്നാലും നമ്മളുടെ ആളുകൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷെ തൽക്കാലം ഈ ഒരു പൊളിറ്റിക്കൽ സ്ട്രഗിളിനിടയിലൂടെ ഇവർ അധികാരത്തിലെത്താൻ വേണ്ടിയെടുക്കുന്ന ടെക്നിക്കുകളുണ്ട്. ഇപ്പൊ അയർലൻഡിൽ സംഭവിച്ച പോലെ മലയാളി നേഴ്സുമാരെ ചേസ് ചെയ്തൊരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നു. അത്തരം കാര്യങ്ങൾ കുറച്ച് നാളത്തേക്ക് ഒരുപക്ഷെ ഇലക്ഷൻ കഴിയുന്നവരെയുള്ള കാലത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. കാരണം അവർക്ക് ആ ഇലക്ഷന് വലിയൊരു ഓണം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ആ ഓണം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ഈ സാഹചര്യം മുഴുവൻ ഉപയോഗിക്കും എന്നുള്ളത് വ്യക്തമാണ്. എലോൺ മസ്ക് ഈ ദിവസങ്ങളിലൊക്കെ ഇതിനകത്ത് ട്വീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ തലമുറയൊക്കെ സംബന്ധിച്ച് എലോൺ മസ്ക് ഒക്കെ വലിയ സ്ഥാനമായിരിക്കും. കാരണം എല്ലാവരുടെയും ആഗ്രഹം പണക്കാരനാവുന്നതാണ്. അപ്പൊ പണക്കാരായിരിക്കും ഒരു പക്ഷെ അവരുടെയൊക്കെ മനസ്സിലെ ഏറ്റവും വലിയ ബിംബങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ ട്വീറ്റുകൾക്കൊക്കെ വലിയ മൂല്യമുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്തായാലും ശരി, ഈ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ഇതിന് വലിയൊരു പങ്കുണ്ട് കേട്ടോ. അപ്പൊ മിഡിൽ ഈസ്റ്റ് ആർക്കും ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ദിവസം ഇങ്ങനെ യുദ്ധമായിട്ടും സമാധാനമായിട്ടും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോരുത്തരുടെയും കാറിൽ പെട്രോൾ അടിക്കുന്ന സമയത്ത് അവനത് ഫീൽ ചെയ്യും. ഓരോരുത്തരും ഹോട്ടലിൽ പോയി വീഡിയോ എടുക്കുമ്പോൾ അവനത് ഫീൽ ചെയ്യും. അപ്പൊ ഈ മിഡിൽ ഈസ്റ്റ് ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിശ്ചയമായിട്ടും യൂറോപ്യന്മാരെ കഠിനമായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടാവും എന്നുള്ളതും ഒരു വസ്തുതയാണ്. രാഷ്ട്രീയക്കാരും ഇസ്രായേലിനൊക്കെ എന്ത് തെറി പറഞ്ഞാലും ശരി, സാധാരണക്കാരെ സംബന്ധിച്ച് ഇസ്രായേൽ ഹീറോയാണ്. അപ്പം അത് തിരിച്ചറിയാൻ പറ്റാതെയാണ് ഈ ലേബർ പാർട്ടി പോലത്തെ ആളുകൾ ഇസ്രായേലിനെ ചീത്ത വിളിക്കുന്നതും ഇസ്രായേലിനോട് സഹകരിക്കരുതെന്ന് പറയുകയൊക്കെ ചെയ്യുന്നതും. അതും അവർക്ക് റിവേഴ്സ് ഇഫക്റ്റ് ആണ് ഉണ്ടാക്കാൻ സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും
നമുക്ക് ശ്രീ അഭിലാഷ് ശ്രീ രമേശിലേക്ക് വരാം. ഇവിടെ ഒരു പ്രസക്തമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. പ്രധാനമായിട്ടും ഇനി ഒരു പോസിബിലിറ്റി വെക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ലേബർ പാർട്ടി ഇനി അധികാരത്തിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും UK-യുടെ സ്ഥിതിവിശേഷം? ഇപ്പോൾ തന്നെ നമുക്കറിയാം ആഗോളതലത്തിൽ UK-യുടെ വോയിസ് വളരെ കുറവാണ്, മറ്റു രാജ്യങ്ങളെക്കാൾ വളരെ കുറവാണെന്നൊരു നിരീക്ഷണം നമുക്ക് പറയാൻ സാധിക്കില്ലേ? ഇനിയിപ്പോൾ വീണ്ടും ലേബർ പാർട്ടി അധികാരത്തിൽ വരുന്നെങ്കിൽ നമുക്ക് എന്തായിരിക്കും UK-യുടെ പൊളിറ്റിക്കൽ ഫോർകാസ്റ്റ്, UK-യുടെ സ്ഥിതി എന്തായിരിക്കും? തരസമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലേബർ പാർട്ടി വരുന്ന ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ട്രംപ് തന്റെ അടുത്ത കോളനിയായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത് UK ആയിരിക്കും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ പോലും ഉണ്ടാകും. കാരണം പിന്നീട് അവിടെ നടക്കാൻ പോകുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ പാർട്ടിയുടെ ഒരു പ്രധാന പ്രശ്നം ഇവർക്ക് എന്താണ് ഇവർ ചെയ്യേണ്ടതിനെ പറ്റി വലിയ ധാരണയില്ലാത്ത ഒരു കൂട്ടം ആളുകളാണ്. ഇവരെ ഒരു ഭാഗത്തുകൂടി പ്രീണിപ്പിക്കാൻ നോക്കുന്നു, മറ്റൊരു ഭാഗത്തുകൂടി സമ്പദ് വ്യവസ്ഥ പരാജയപ്പെടുന്നതിൽ അവരത് മാനേജ് ചെയ്യുന്നതിന് പൂർണ്ണമായി പരാജയമാകുന്നു. അതോടൊപ്പം തന്നെ ഇവർക്ക് വലിയ തോതിലുള്ള തദ്ദേശീയരുടെ എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നു. ഇപ്പം സ്വയം വൈരുദ്ധ്യങ്ങളുടെ ഒരു അങ്ങേയറ്റത്തെ ഐറണിയുടെ അങ്ങേയറ്റമാണ്, പൊളിറ്റിക്കൽ ഐറണി എന്ന് പറയുന്നതിന്റെ അങ്ങേയറ്റമാണ് ലേബർ പാർട്ടി. എത്ര പ്രധാനമന്ത്രിമാരെ മാറ്റുന്നു, എത്ര ആഴ്ചയ്ക്ക് പ്രധാനമന്ത്രിമാരെ മാറ്റുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാക്കിയിട്ട് പിന്നീട് അവർ ആരോടൊപ്പം നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരമില്ല. അവർ ഇടയ്ക്ക് പറയുന്ന മുസ്ലിങ്ങളാണ് UK-യുടെ ഐഡന്റിറ്റി, അല്ലെങ്കിൽ ഇവർക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പം പല രീതിയിലുള്ള കോൺട്രഡിക്ഷൻസ് കൊണ്ട് ഒരാൾക്കും ഇപ്പം എനിക്ക് തോന്നുന്നത് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു പാർട്ടിയായിട്ട് ലേബർ പാർട്ടി മാറിയിട്ടുണ്ട്. ഒരു കാലത്ത് വളരെ വലിയ ചരിത്രമൊക്കെ പേറിയ ഒരു പാർട്ടിയാണ്. അത് ഇന്ന് അതിന്റെ ഒരു എന്താ പറയാ ഒരു അസ്ഥികൂടം മാത്രമാണ് അവിടെ വിശേഷിക്കുന്നത്. നമ്മള് ഈ പറയൂല തിമിംഗലം എന്താ പറയാ അത് ദ്രവിച്ചു കഴിഞ്ഞാൽ അത് കടലിന്റെ ആഴ്ത്തരത്തിലേക്ക് പോയേ മതിയാകുന്നതാണ്. അപ്പൊ ലേബർ പാർട്ടിയൊക്കെ ശരിക്കും ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു തൃണമൂൽ കോൺഗ്രസിന്റെയൊക്കെ അവസ്ഥയിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. കാരണം ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും തകരാൻ പോകുന്ന ഒരു സംവിധാനമാണ് ലേബർ പാർട്ടി. കാരണം ഇവരുടെ ഇന്നർ കോൺട്രഡിക്ഷൻസും ഇവർ സ്വയം നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞങ്ങൾക്ക് ഇമിഗ്രൻസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മൈഗ്രേഷൻ പോളിസിയിൽ വെള്ളം ചേർക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് സ്വന്തം കാലിൽ വെടിവെക്കുന്ന പോലെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തൊരു നിലപാടും നയവും ഇല്ലാതെ നിൽക്കുന്ന ഒരു സംവിധാനമാണ്. സോ അവർ വരികയാണെങ്കിൽ ഉണ്ടാവാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10,000 സാദിഖ് ഖാൻമാരുണ്ടാവും അവിടെ. എല്ലാ തലങ്ങളിലും സാദിഖ് ഖാൻമാരുണ്ടാവുകയും അതിനുശേഷം യഥാർത്ഥ ബ്രിട്ടീഷർ എന്ന് പറയുന്ന വ്യക്തിക്ക് തന്റെ ഐഡന്റിറ്റി തിരഞ്ഞ് അമേരിക്കയിൽ പോകേണ്ട അവസ്ഥ വരും. അതായത് ഗോയിങ് ടു ദ അതർ സൈഡ് ഓഫ് ദ പോണ്ട് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ലേബർ പാർട്ടി വരികയാണെന്നുണ്ടെങ്കിൽ അവർ ആരുടെയും സ്വന്തമല്ല, അവർക്ക് അന്നേരത്തെ താല്പര്യങ്ങൾ മാത്രമാണ് അവർക്ക് പ്രധാനം. ഇപ്പൊ വോട്ട് കിട്ടി ജയിക്കുന്നതിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന പല അഭ്യാസങ്ങൾക്കും അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ബ്രിട്ടന്റെ തകർച്ചയുടെ ഒരു പ്രധാന കാരണം ഈ ലേബർ പൊളിറ്റിക്സ് ആണ്. ഒരു ഭാഗത്ത് ഇപ്പൊ ജെറമി കോർബിനെ പോലുള്ള ആളുകൾ നിൽക്കുന്നു, ഒരു അതിതീവ്ര സോഷ്യലിസ്റ്റുകൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ വംശീയതയെ പ്രോത്സാഹിപ്പിക്കുന്നത്. വേർ ഇസ് ദ ഗവർണൻസ് എന്ന് പറയുന്ന ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രക്രിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് UK എവിടെയാണ്? UK തകർച്ചയുടെ അങ്ങേയറ്റത്തിൽ നിൽക്കുകയാണ്. അതായത് എല്ലാ ഭാഗത്തു നിന്നും ആളുകളെ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നതിനപ്പുറത്തേക്ക് വളരാൻ സാധിക്കാതെ നിൽക്കുകയാണ്. ഒരു സ്റ്റാഗ്നന്റ് എക്കോണമി ആയിട്ട് നിൽക്കുകയാണ്. അതിലേക്ക് ഇനി ലേബർ പാർട്ടി എന്ന ഒരു സാഹസം കൂടി സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പതനം, ഇന്റേണൽ കോൺഫ്ലിക്റ്റ് വളരെ രൂക്ഷമായിരിക്കും. UK സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇനി ഇതൊക്കെയാണ് അതിന്റെ മുമ്പിലുള്ളൊരു വഴി ഇൻ കേസ് അവർ വന്നാൽ. തീർച്ചയായിട്ടും നമുക്ക് അമേരിക്കയിലേക്കൊന്ന് വെറുതെ നോക്കുകയാണെങ്കിൽ അമേരിക്കയിലേക്ക് ഡെമോക്രാറ്റ് പാർട്ടി ലീഡർ ഒരു സമയത്ത് ട്രംപിനൊപ്പം മത്സരിച്ച വ്യക്തിയായിരുന്നു കമലാ ഹാരിസ്. അപ്പോൾ ഒരുപക്ഷെ കമലാ ഹാരിസ് ജയിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ ലേബർ പാർട്ടി ഇനി UK-യിലേക്ക് ജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന ഒരു അവസ്ഥയെ താരതമ്യം ചെയ്തുകൂടെ? തീർച്ചയായിട്ടും താരതമ്യം ചെയ്യാൻ പറ്റും. കാരണം ഈ പറയുന്ന അമേരിക്കക്കാർക്ക് ഭാഗ്യവും ദൗർഭാഗ്യവും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു ഭാഗത്ത് ട്രംപിന്റെ ഈ പറയുന്ന പലതരത്തിലുള്ള മുഖങ്ങളും പലതരത്തിലുള്ള സ്വഭാവ വൈചിത്രങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നു. അതുപോലും കമലാ ഹാരിസ് വന്നിരുന്നെങ്കിൽ ഉണ്ടാവുന്ന ദുരന്തത്തിൽ നിന്ന് എത്രയോ മെച്ചപ്പെട്ടൊരു സാഹചര്യമാണ്. ഇപ്പം കമലാ ഹാരിസ് വന്നിരുന്നെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യം വെച്ചാൽ അമേരിക്കയിലെ അവശേഷിക്കുന്ന സ്കൂളുകളിൽ പോലും വോക്കിസം തിരികെ കയറ്റുകയും വോക്കിസം വഴിയുള്ള പരിപൂർണമായിട്ടുള്ള മൂല്യച്യുതി ഉണ്ടാവുകയും സ്വന്തം ഐഡന്റിറ്റി നഷ്ടപ്പെടുന്ന ഒരു ജനതയായി അവരെ മാറുകയും ചെയ്യുകയും അതോടൊപ്പം ശക്തമായ തിരിച്ചടിയും. കാരണം UK ബ്രിട്ടീഷ് പൗരന്മാരെക്കാളും കൂടുതൽ പ്രതികരണശേഷിയുള്ള ഒരു വിഭാഗം ഇന്ന് അമേരിക്കയിലുണ്ട്. ഒരുപക്ഷെ കാരണം അവർക്ക് സിവിൽ വാർ പോലെയുള്ള സാഹചര്യങ്ങളൊന്നും പുത്തരിയല്ല.
സോ അതുകൊണ്ടൊക്കെ തന്നെ സ്റ്റേറ്റുകളുടെ ഈ പറയുന്ന പൊളിറ്റിക്കൽ പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്റ്റേറ്റുകൾക്ക് പറയുന്ന പോലെ സ്വയം നിർണയാവകാശം, അത് വയലൻസിൽ കൂടിയാണെങ്കിൽ വയലൻസിൽ കൂടി എന്ന രീതിയിലൊക്കെ പോലും പോയേനെ. പിന്നെ കമലാ ഹാരിസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഒരു സമയത്ത് അവർ പറയും അവർ ജമൈക്കനാണെന്ന്, ഒരു സമയത്ത് അവർ പറയും ഇന്ത്യയിൽ തമിഴ്നാട്ടിലാണ് ഞങ്ങളുടെ റൂട്ട്സ് എന്ന്. അവസരത്തിനൊത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കമലാ ഹാരിസ്. സോ അതുകൊണ്ടൊക്കെ തന്നെ നോക്കിയാൽ ഏത് അവസരത്തിൽ നോക്കിയാലും ട്രംപ് ഉള്ളതിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന ഒരു 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 അവസ്ഥയാണ് നമുക്ക് എന്താ പറയുക അമേരിക്കൻസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും. അവസാനമായി ഒരു ചോദ്യം ഡോക്ടർ ജോർജ് ജോൺ മലികശ്ശേരിയിലേക്ക് ഡിബേറ്റ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ചോദ്യം ഇതാണ്. നമുക്കറിയാം ഈ അമേരിക്കയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ്, സമ്പന്നമായ ഒരു ഏരിയയാണ് ന്യൂയോർക്ക്. ന്യൂയോർക്കിലെ ഇപ്പോഴത്തെ മേയർ ആയിരിക്കുന്നത് മംദാനിയാണ്, നമുക്കറിയാം സോറം മംദാനിയാണ്. ഇതുപോലെ തന്നെ ലണ്ടൻ, ഇത് യു കെയിലേക്ക് നോക്കുകയാണ്, ലണ്ടൻ അതുപോലെയുള്ള വളരെ സമ്പന്നമായ ഏരിയകളിൽ കൂടുതലും ഒരു തീവ്ര ഇസ്ലാമിക് ചിന്തകളുള്ള ആളുകൾ ഒരുമിച്ച് കൂടുകയും അവിടെ മേയർ അതുപോലെയുള്ള സ്ഥാനങ്ങളൊക്കെ നേടുകയും ചെയ്യുന്നെങ്കിൽ ഒരുപക്ഷെ ഇനിയൊരു തീവ്ര വലതുപക്ഷ പാർട്ടി വന്നാലും അതിന്റെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഇതോടുകൂടി അവസാനിക്കുകയാണ്. അവസ്ഥ എന്തായിരിക്കാം? അല്ല, ഇവർക്കൊന്നും അവിടെ അങ്ങനെ ഇപ്പം മംദാനിയോടെ വന്നു, ലണ്ടനിലെ മുസ്ലിങ്ങളുടെ ഒരു അഗ്ലോമറേഷൻ ഉണ്ടായി, ഇതുകൊണ്ടൊന്നും അവർ ഇതങ്ങ് പിടിച്ചടക്കുന്നതെന്ന് വിചാരിക്കേണ്ട. അതൊരു താൽക്കാലികമായിട്ടുള്ള സംഭവം മാത്രമാണ്. അവര് വളരെ കാൽക്കുലേറ്റഡ് ആണ്. ഇസ്ലാമിനെ സംബന്ധിച്ച് അവർ വളരെ കാൽക്കുലേറ്റഡ്. ഇസ്ലാമിക് ബ്രദർഹുഡ് ഇസ് ദർ. ഇപ്പൊ യൂറോപ്പിൽ ഫോം ചെയ്ത ഈജിപ്തിൽ ഫോം ചെയ്ത ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ ചിന്ത, ആ ഒരു ചിന്ത ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ പേറുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പൊ അമേരിക്കയിൽ ജീവിക്കുമ്പോഴും ആന്റി അമേരിക്കൻസ്, അവർക്ക് വേണ്ടത് അവരുടെ മതത്തിന്റെ നിയമങ്ങളുള്ള ശരീഅത്താണ്. അത് ലണ്ടനിലാണെങ്കിലും ശരി, അവർക്ക് വേണ്ടതാണ്. അവർ നിൽക്കുമ്പോൾ ഒന്നിച്ച് നിൽക്കും. ഇപ്പം ഈ മേയർ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ബാക്കിയുള്ളവരുടെ വോട്ടുകൾ മുഴുവൻ സ്പ്ലിറ്റ് ചെയ്തു പോവുകയും മുസ്ലിങ്ങളുടെ വോട്ടുകൾ മുഴുവൻ അവർക്ക് ഒന്നിച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. അല്ലാതെ വലിയൊരു ഭൂരിപക്ഷത്തിലല്ല വാസ്തവത്തിൽ അയാൾ ജയിച്ചത്. അയാൾ ജയിച്ചത് ഈ മുസ്ലിം വോട്ടുകളെ എല്ലാം കൂടി അയാൾക്ക് സെഗ്രിഗേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അല്ല പൊതുജനത്തിന്റെ വോട്ട് കൊണ്ട് പുള്ളി ജയിച്ചതല്ല, പുള്ളി ജയിച്ചത് മുസ്ലിം വോട്ട് കൊണ്ടാണ്. അപ്പൊ ആ ഒരു കാൽക്കുലേഷൻ മറ്റ് വിഭാഗങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് പുള്ളി അതിൽ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. കൂടാതെ ന്യൂയോർക്കിലെ ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാമെന്ന് ഇയാൾ ഓടി നടന്ന് എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിൽ അയാൾ വിജയിക്കുകയും ചെയ്തു. നേരെ മറിച്ച് ട്രംപിനെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഇന്ന് പറയുന്നതാവില്ല നാളെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ടെക്നിക്കാണത്. ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം ഒരു പ്രാന്തനായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അയാൾ ഒരു കച്ചവടക്കാരനാണ്. അയാൾ കച്ചവടത്തിൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ് ഭരണത്തിനുമായിട്ട് ഉപയോഗിക്കുന്നത്. കച്ചവടത്തിൽ എന്താണോ ടെക്നിക്ക് അതേ കാര്യമാണ് ഇവിടെ ഇറാൻ ഇഷ്യൂവിൽ പോലും അയാൾ ചെയ്യുന്നതാണ്. ഒരു ഭാഗത്തൂടെ തല്ലും, അതിന് മറുഭാഗത്തൂടെ. ഇത് കച്ചവടത്തിൽ പ്രയോഗിക്കുന്ന സംഗതിയാണ്. നമ്മൾ ഒരു ഭാഗം വല്ലാതെ ടൈറ്റായി പിടിക്കും. നമ്മൾ വിചാരിച്ചിട്ടുള്ള ടാർഗറ്റ് ഉണ്ടാവും, ഒരു സാധനത്തിന്റെ വില നമ്മൾ നിശ്ചയിച്ച ഒരു സ്ഥലത്ത് ആ വില നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടാവും ഓൾറെഡി. പക്ഷെ വേറെ ഏതെങ്കിലും വഴികളിലൂടെ പ്രസ് ചെയ്തിട്ടാണ് ആ വിലയിലേക്ക് എത്തിക്കുക. ഇതേ കാര്യമാണ് ഒരു നെഗോഷിയേബിൾ സെറ്റിൽമെന്റിൽ എന്തൊക്കെ ഉണ്ടാവണം എന്ന് ട്രംപ് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷെ അയാള് അതിനുവേണ്ടി എടുക്കുന്ന ടെക്നിക്കുകൾ പലപ്പോഴും മനുഷ്യർക്ക് പ്രാന്തമായിട്ട് തോന്നും. ഇത് ആ ന്യൂയോർക്ക് ഇലക്ഷന്റെ സമയത്തും ഇതേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചില സ്റ്റേറ്റ്മെന്റ്സുകൾ അവിടുത്തെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫലമായിട്ട് അവിടെ ഒരു മേയർ വന്നതാണ്. സ്ഥിരമായിട്ടുള്ള മുസ്ലിം മേയേഴ്സ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല. അതുപോലെ ഈ ബ്രിട്ടനെ സംബന്ധിച്ചും ലേബർ പാർട്ടി നിശ്ചയമായിട്ടുള്ള അധികാരത്തിൽ വരില്ല. ഈ വലതുപക്ഷ പാർട്ടികളിലേക്ക് തന്നെ യൂറോപ്പിൽ പോകുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവരെല്ലാവരും കയ്യിൽ അസലായിട്ട് കടി വാങ്ങിയിട്ടിരിക്കുന്നവർ തന്നെയാണ്. യു എസിനെ സംബന്ധിച്ച് യു എസിന്റെ ഈ പറയുന്ന ഇറാൻ വാർ അത് പ്രൊഡിക്റ്റ് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പൊ കാര്യങ്ങളുള്ളത്. പക്ഷെ അത് പോസിറ്റീവായിട്ട് തീരാനാണ് സാധ്യത കൂടുതലെന്നാണ് എന്റെ ഒരു അനാലിസിസ്. ഇറാൻ അങ്ങേയറ്റം വീക്കാണെന്നാണ് ഇറാന്റെ ഈ ദിവസങ്ങളിലെ പ്രതികരണങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാവുന്നത്. IRGC എന്ന് പറയുന്ന ആ ഒരു സംഭവം അതൊരു ആത്മഹത്യാ സ്ക്വാഡാണ്. അപ്പൊ മരണത്തെ പേടിയില്ലാത്തവനോട് അവനെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത് പെരട്ട് പോകുമ്പോൾ ഇതിനെ പൊട്ടിക്കുന്ന പോലത്തെ പരിപാടിയാണ്. അവൻ മരിച്ചേ അടങ്ങും. അപ്പൊ അവർ ആ ഒരു പിടപ്പ് കാണിക്കുന്നതാണ്. ഇറാനിലുള്ള ബഹുഭൂരിഭാഗം അവർക്കെതിരാണെന്നാണ് വാർത്താമാധ്യമങ്ങളിൽ ഏകദേശം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ആ ഒരു വിഷയം തീർന്നു കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് ട്രംപിന്റെ ചിത്രം മാറാനാണ് സാധ്യത. അപ്പൊ അത് മാറരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് IRGC യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതും മിഡ് ടേം പോൾസിൽ എങ്ങനെയെങ്കിലും ട്രംപിന് അടി വാങ്ങി കൊടുക്കണമെന്ന് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അടി കിട്ടാതിരിക്കാനാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ പല ഭാഗത്തു നിന്ന് കളിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും ശരി, ന്യൂയോർക്കിലെ ഒരു മേയർ അതിനൊരു വാർത്താ പ്രാധാന്യമുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് അമേരിക്കയുടെ നിറം മാറിയതിന്റെ ലക്ഷണമൊന്നും അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. തീർച്ചയായിട്ടും. താങ്ക് യു സർ.
നമ്മുടെ ബിഗ് ഡിബേറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയാണ് അല്ലെ UK ഒരു MP പറഞ്ഞത് 85ഓളം പാകിസ്ഥാനി ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ UK അങ്ങിങ്ങോളം ഉണ്ട് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ, ഒരു അസാധാരണമായ വെളിപ്പെടുത്തലായിരുന്നു. തീർച്ചയായിട്ടും UK നല്ല ഭാവിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ബിഗ് ഡിബേറ്റ് ഇവിടെ സമാപിക്കുകയാണ്. ഡിബേറ്റിൽ അതിഥികളായി എത്തിച്ചേർന്ന അന്താരാഷ്ട്ര നിരീക്ഷകൻ ഡോക്ടർ അഭിലാഷ് ജി രമേശ്, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി എന്നിവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു.